വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ആരാധകരായ നാട്ടുകാരെ, ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു അവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചു ഗ്രാമത്തിലെ ഹൈന്ദവ സമൂഹം പ്രതികൂലമായ കാലാവസ്ഥയെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഈ അങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയിരിക്കും. ജനിച്ച നാട്ടിൽ, പിറന്ന മതത്തിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ആഗ്രഹവുമായാണ് ഈ അവകാശ പ്രഖ്യാപന സമ്മേളനങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഞങ്ങൾ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഈ നാട് മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കാനാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളുടേത് മാത്രമായ ഈ നാട്ടിൽ ഞങ്ങൾ മാത്രമേ പാടൂ എന്ന് പ്രഖ്യാപിക്കാനുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കളാണ്, മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് അവകാശ അധികാരങ്ങൾ ഞങ്ങൾക്ക് വേണം എന്ന് പ്രഖ്യാപിക്കാനുണ്ട്. മറിച്ച് മറ്റുള്ളവരെ പോലുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കാൻ തക്ക ഒരു മഹാപാപവും ഒരു ജന്മപാപവും ഞങ്ങളിൽ ഇല്ല എന്ന വിളംബരമാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളിലൂടെ നമ്മൾ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേവലം ഇന്നലെയോ തുടങ്ങിയ ഒരു ആവേശത്തിന്റെ പുറത്ത് വിളിച്ചു കൂട്ടുന്ന ഒരു സമ്മേളനമല്ല. ഇത് ഏതാനും വർഷമായി നടക്കുന്ന ഒരു തുടർച്ചയായ പരിപാടിയുടെ ഭാഗമാണ്. 2012 മെയ് മാസത്തില്, മെയ് മാസം 9 മുതൽ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് വിവിധ ഹൈന്ദവ സംഘടനകളും സാമുദായിക സംഘടനകളും ഹിന്ദു ഐക്യവേദിയുടെ ബാനറിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സാമൂഹ്യ നീതി യാത്ര നടത്തുകയാണ്. ഇതര യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ യാത്ര വെറും പരിപാടികൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. യാത്ര കടന്നു പോകുന്ന എല്ലാ ജില്ലയിലും, ആ ജില്ലയിലെ മുഴുവൻ സാമുദായിക നേതൃത്വത്തെയും വിളിച്ചുകൊണ്ട് പകൽ സമയം മുഴുവൻ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവകാശങ്ങൾ എന്താണ്, ഒരു സമൂഹം എന്ന നിലയിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത് ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ രേഖപ്പെടുത്തി അങ്ങനെയാണ് ആ സമ്മേളനം മെയ് 24-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിച്ചത്. അപ്പൊ 14 ജില്ലകളിൽ നിന്നും, കേരളത്തിലെ 100-150ഓളം സാമുദായിക സംഘടനകളിൽ നിന്നും, ഹിന്ദു സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികളിൽ നിന്നും, അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും നേരിട്ട് ശേഖരിച്ച വിവരങ്ങളും ആവശ്യങ്ങളും, ഇതാണ് ഹിന്ദു അവകാശ പത്രികയുടെ അടിസ്ഥാനം. ഇവ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഹിന്ദു അവകാശ പത്രിക എന്നത് ഹിന്ദു സംഘടന, എല്ലാ ഹൈന്ദവ സംഘടനകളും യോജിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ബാനറിൽ തയ്യാറാക്കിയത്. ഈ ഹിന്ദു അവകാശ പത്രിക മെയ് മാസം 23-ാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. അത് സമർപ്പിക്കാൻ ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായ ഒരാൾ ഞാനാണ്. എന്റെ കൈകൊണ്ടാണ് അത് അങ്ങോട്ട് കൊടുത്തത്. ഞാനാണ് കൊടുത്തത് എന്നല്ല, ഹൈന്ദവ സമൂഹത്തിന്റെ നേതൃത്വം മുഴുവൻ ഉണ്ടായിരുന്നു. എല്ലാ സാമുദായിക സംഘടനകളുടെയും നേതൃത്വം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ബാനർ ഞങ്ങളുടേതായിരുന്നു എന്നുള്ളത് കൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹി എന്ന നിലയിൽ ആ മെമ്മോറാണ്ടം അങ്ങോട്ട് കൊടുത്തത് ഞാനാണ്. അത് 2012 മെയ് മാസം 23-ാം തീയതി കൊടുത്തു. ഇപ്പോ ഇവിടെ എത്തിച്ചത് അതിന്റെ അനന്തര നടപടികളിൽ ഒന്നുപോലും നമ്മൾ ആഗ്രഹിച്ച തലത്തിലുള്ള ഒരു നീക്കവും ഉണ്ടാകാത്തത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. അത് ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. കാരണം ആ കൊടുത്ത ദിവസത്തെ അനുഭവങ്ങൾ ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. മെയ് മാസം 23-ാം തീയതി വളരെ തിരക്കുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തെ കാണാൻ സുമാർ 2 മണിക്കൂർ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി തീരാൻ പോവുകയാണ്. കാരണം 2 മണിക്കൂർ സമയം ഇത്രയും തിരക്ക് പിടിച്ച ഒരു മുഖ്യമന്ത്രി നമുക്ക് തരിക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. അത് കേരളത്തിലെ ആ യാത്ര നടത്തിയ ആ യാത്രയിലുണ്ടായ ജനപങ്കാളിത്തത്തിന്റെ ബാക്കിയാണ് 2 മണിക്കൂർ അനുവദിച്ചു തന്നത്. അവിടെ തന്നെ ഈ ഹിന്ദു മെമ്മോറാണ്ടം അവകാശ പത്രികയെ കൊണ്ട് കൈ കൊടുത്തു. അതിൽ ആദ്യത്തെ ആവശ്യം എഴുതിയിരുന്നത് പട്ടികജാതി കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് മിനിമം 1000 രൂപയെങ്കിലും ആക്കണം. മിനിമം. കാരണം മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾക്ക് 1000 രൂപ 1-ാം ക്ലാസ് മുതൽ കിട്ടുന്നുണ്ട്. പട്ടികജാതിക്കാർക്ക് കിട്ടുന്നത് 250 രൂപയാണ്. ഈ പ്രകടമായ അപാകതയൊക്കെ പരിഹരിക്കണം. അത് മിനിമം 1000 രൂപയെങ്കിലും LP ക്ലാസ്സിലാക്കണം. ഹൈസ്കൂൾ തലത്തിൽ ഒരു 3000 രൂപയ്ക്കെങ്കിലും ന്യായമായും അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഒരു 1000 രൂപയെങ്കിലും ആക്കണം എന്നാണ്. ആ അനുഭവം ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. ആദ്യത്തെ അവകാശത്തിൽ തട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും ഞെട്ടി. പട്ടികജാതിക്കാർക്ക് സ്കോളർഷിപ്പ് ലംസം ഗ്രാന്റ് 1000 രൂപയാക്കണം. അവിടുന്ന് തല പൊന്നിച്ചു. തല പൊന്നിട്ട് എന്നോട് ചോദിച്ചു, ടീച്ചർ ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഈ ആവശ്യമുള്ള തെറ്റുണ്ട്. 1000 രൂപ ചോദിക്കാൻ മാത്രമൊക്കെ ഇവര് വളർന്നോ എന്നാണ് ചിന്തിച്ചത് എന്ന് ഞാൻ വിചാരിച്ചു. ഈ ആവശ്യം
തെറ്റല്ലേ ഏത് അർത്ഥത്തിലാന്ന് മനസ്സിലാവാത്തോണ്ട് ഒന്നും പറയാതെ ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ടുന്നു. അപ്പോഴാ പറഞ്ഞു പട്ടികജാതിക്കാർക്ക് മാസം 250 കൊടുക്കില്ലേ? അപ്പൊ 10 മാസം കൊടുത്ത 2500 രൂപയില്ലേ? മുസ്ലിം ക്രൈസ്തവ കുട്ടികൾക്ക് കൊല്ലത്തിൽ ഒന്നല്ലേ കൊടുക്കുള്ളൂ 1000 രൂപ. അവർക്ക് 1000 കൊടുത്ത് 2500 കിട്ടില്ലേ എന്ന് വെച്ചു. അപ്പൊ കെട്ടിയത് അധ്യാപികയായ ഞാനാണ്. കാരണം എനിക്ക് 101% ഉറപ്പിച്ച് പറയാൻ പറ്റും ലക്ഷം ഗ്രാൻഡ് കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി അതങ്ങോട്ട് 7-8 എടുക്കലില്ല. ഒരു തരത്തിൽ അത് പറഞ്ഞാൽ സമ്മതിക്കില്ല. ടീച്ചറെ തെറ്റാണ്. 250 രൂപ മാസം കൊടുക്കുന്നുണ്ട്. വിതരണം ചെയ്യാൻ എനിക്കറിയാൻ കൊടുക്കുന്നില്ല. പിന്നെ തട്ടിക്കേടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവസാനം ഞങ്ങൾ പറഞ്ഞത് വിശ്വാസമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിളിച്ചു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിളിച്ചു. ഫോണിന്റെ അങ്ങേ തലയ്ക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഇങ്ങേ തലയ്ക്ക് മുഖ്യമന്ത്രിയും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സമീപത്ത് വന്നു. അപ്പൊ ആ സംഭാഷണം ഞങ്ങൾക്ക് ഓവർഹിയർ നിങ്ങൾ കേൾക്കാം. പരസ്പരം എന്താണെന്ന് പറയുന്നത് അത് കേട്ടപ്പോ എനിക്ക് മലബാറിന് പ്രചാരത്തിലുള്ള ഒരു തമാശ ഓർമ്മ വന്നു. എന്ന് പറഞ്ഞാൽ വളരെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുള്ള ഒരു പ്രദേശത്ത് ഒരു സ്കൂളില് AEO വിസിറ്റിന് എന്നിരിക്കും, ഇൻസ്പെക്ഷൻ എന്നിരിക്കും. അപ്പൊ പണ്ടൊക്കെ ഇൻസ്പെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചു നേരം ക്ലാസ് കാണും. അത് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചത് അവർ കുറച്ച് ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്പെക്ഷന്റെ രീതി. അപ്പോ അധ്യാപകൻ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. മലയാളം പഠിപ്പിക്കുമ്പോ മറ്റേ കൃഷ്ണഗാഥയുടെ ഒരു ഭാഗമാണ് പഠിപ്പിക്കുന്നത്. അപ്പോ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇൻസ്പെക്ടർ പറഞ്ഞു ഇനി ഞാൻ കുട്ടികളുമായിട്ടൊന്ന് സംവദിക്കട്ടെ, ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ ഇൻസ്പെക്ടർ എണീറ്റു, AEO എണീറ്റു, കുട്ടികളോട് ചോദിച്ചു കൃഷ്ണഗാഥയാണല്ലോ പഠിപ്പിക്കുന്നത്, സെമന്തകം മണി മോഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചു. ആദ്യത്തെ കുട്ടിയോട് ചോദിച്ചു ഞാനല്ല സാറിന്. അടുത്ത ആളോട് ചോദിച്ചു ഞാനല്ല. ക്ലാസ് മുഴുവൻ പറഞ്ഞു ഞാനല്ല. അദ്ദേഹം അർത്ഥം വിട്ടു. അപ്പോ അധ്യാപകരോട് തിരിഞ്ഞു നോക്കി എന്താ സാർ ഇത് സെമന്തകം മണി മോഷ്ടിച്ചത് ആരാ പറ്റപ്പോ ഈ കുട്ടികളെന്താ ഇങ്ങനെ ഉത്തരം പറയണമെന്ന് ചോദിച്ചു. ഉടനെ അധ്യാപക പറഞ്ഞത് സാറേ അവര് പറഞ്ഞത് ശരിയാവും. അവരാരും മോഷ്ടിക്കണ സ്വഭാവത്തിൽപ്പെട്ടവരല്ല. അവരാരും അത് ചെയ്തിരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. ഇൻസ്പെക്ടർ ഒന്ന് വേർത്തു. അദ്ദേഹം നേരെ ഓഫീസിലേക്ക് പോയി ഹെഡ് മാസ്റ്ററോട് പരാതി പറയാനുള്ളത്. എന്റെ സാറേ ഇത് എന്ത് സ്കൂളാ? സെമന്തകം മണി മോഷ്ടിച്ചത് ആരാന്ന് വെച്ചപ്പോ കുട്ടിയോട് പറഞ്ഞു ഞാനല്ല. ഗതി കണ്ട് ടീച്ചറോട് വെച്ചപ്പോ ടീച്ചർ പറയാൻ അവരാരും ആയിരിക്കാൻ വഴിയില്ല, ഇതെന്ത് സ്കൂളാന്ന്. ഉടനെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു അവര് 2 കുട്ടിയെ പറഞ്ഞത് സത്യാവാന്യ വഴിയില്ല. ഈ സ്കൂളിൽ അങ്ങനെ മോഷണ സ്വഭാവമുള്ള കുട്ടികളില്ല. ഈ പഠിക്കാൻ പിന്നോക്കാവും, പക്ഷെ അവരാരും മോഷ്ടിക്കാറില്ല. ഇനി ഇവരെന്നെയാണത് ചെയ്തതെന്ന് സാറിന് നല്ല ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കാം. ഞാൻ വിശദമായി ഒരാഴ്ചക്കുള്ളിൽ അന്വേഷിച്ചിട്ട് അടുത്ത വെള്ളിയാഴ്ച AEO ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കാം. ഇവരാരെങ്കിലും ആണെങ്കിൽ അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. മണി വീണ്ടെടുത്ത് ഞാൻ AEO ഓഫീസിൽ കൊണ്ടുതരികയും ചെയ്യാം എന്ന് പറഞ്ഞു. ഈ കഥയാണ് എനിക്ക് ആ ഫോൺ സംഭാഷണം കേട്ടപ്പോ ഓർമ്മ വന്നത്. കാരണം 250 രൂപ ലംസം ഗ്രാൻഡ് മാസം, ഈ ലംസം ഗ്രാൻഡ് മാസത്തെ വർഷത്തിലൊരിക്കൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി. എന്നിട്ട് ഒരു നാടിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് അത് കൊല്ലത്തിൽ ഒന്നല്ലേ. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിളിച്ചു. അപ്പൊ തന്നെ അവരാരും ആയിരിക്കാൻ വഴിയില്ല എന്ന അധ്യാപകൻ പറഞ്ഞ അവസ്ഥയിലാണ് വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത് എനിക്കറിയില്ല പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം കല്ലേ പിളർന്ന വിധത്തിൽ കൽപ്പന അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇന്ന് ബുധനാഴ്ചയാണ് ഞങ്ങൾ ചെന്നത്. ഇന്ന് ബുധനാഴ്ചയാണ് 11 മണിക്ക് മന്ത്രിസഭാ യോഗം ചെയ്തു. അപ്പോ അങ്ങ് പഠിച്ചിട്ട് 11 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടണം. പട്ടികജാതി ലംസം ഗ്രേഡ് മാസത്തിൽ ഒന്നല്ല എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് 11 മണിയാകുമ്പോഴേക്ക് റിപ്പോർട്ട് കിട്ടണം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ അജണ്ട അതായിരുന്നു. പട്ടികജാതി സ്കോളർഷിപ്പ് മിനിമം 1000 രൂപയാക്കി ഉയർത്തുന്നതായിരിക്കും ഇന്നത്തെ ആദ്യത്തെ അജണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. പറഞ്ഞത് 2012 മെയ് മാസത്തിന്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2015 സെപ്റ്റംബർ മാസത്തിൽ. ഇതിനിടയ്ക്ക് എത്ര വേനലും മഴയും വന്നുപോയി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കീറച്ചാക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് ഹൈന്ദവ സമൂഹം ഇപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചു. 250 രൂപയിൽ നിന്ന് നയാ പൈസ വർദ്ധിപ്പിച്ചില്ല. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിശ്ചയിച്ചു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ്. നിശ്ചയം 2012 നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് പ്രകടനം പൊതുസമ്മേളനം നിശ്ചയിച്ചു. ഈ പൊതുസമ്മേളനത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ SP അടക്കമുള്ളവർ ഹിന്ദു ഐക്യവേദി നേതാക്കളുടെ കാര്യം പിടിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ആ ഡേറ്റ് ഒന്ന് മാറ്റുമോ, നിങ്ങളുടെ പൊതുയോഗത്തിന്റെ ഡേറ്റ് ഒന്ന് മാറ്റുമോ, പ്രകടനവും പൊതുസമ്മേളനവും അതെന്തിനാ മാറ്റണമെന്ന് ചോദിച്ചു. അന്നേ തൃക്കുന്നത്ത് സെമിനാരിൽ ആരാധനയാണ്, അവരാരാധിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം. അതല്ല, എറണാകുളം ജില്ലയിലെ മുഴുവൻ പോലീസ് വേണം അവിടെ. തൃക്കുന്നത്ത് ആരാധന നടക്കണമെങ്കിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ പോലീസ് വേണം
കൂട്ടരാണ്, അല്ലെങ്കിൽ 2 കൂട്ടരുടെ അടിച്ച് മെരുന്ന് ശവം കൊടുക്കേണ്ടിയുള്ളൂ. അപ്പൊ പ്രത്യേക നേരം വെച്ചിരിക്കുക. ഒരു കൂട്ടർ വന്ന് ആരാധന നടത്തി അവസാനത്തെ ആള് പിരിഞ്ഞു പോയാലേ അടുത്ത തെറ്റിനെ കയറ്റുള്ളൂ. ഇതിനൊക്കെ എറണാകുളം ജില്ലയിലെ മുഴുവൻ പോലീസും അവിടെ ഡംപ് ചെയ്യുമ്പോ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആരാ നോക്കുക? അതുകൊണ്ട് ആ ഡേറ്റ് ഒന്ന് മാറ്റി തരുമോ എന്ന് SP വളരെ വിനയാന്വിതനായിട്ട് ചോദിച്ചു. അതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ മതപരമായ ഐക്യം. 100ഓളം പള്ളികളാണ് കേരളത്തിൽ അടഞ്ഞു കിടക്കുന്നത്. സഭാതർക്കത്തിൽപ്പെട്ട് 100ഓളം പള്ളികൾ അടഞ്ഞു കിടക്കുന്നു. ശവം വരെ ഒരു പള്ളിയിൽ നിന്ന് ഒരു പള്ളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നടക്കുന്നതിനെ പറ്റിയുള്ള തർക്കം മൂലം ഒരു പള്ളിയിൽ നിന്ന് ഒരു പള്ളിയിലേക്ക് വീഴ്ച എറിഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയാ മതപരമായ ഐക്യമുള്ളത്? പക്ഷെ ഹിന്ദുവിനെന്നും അറിവില്ലായ്മയുടെ ഭാഗമായി അനാചാരങ്ങൾ പുലർത്തുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് ഒരമ്പലത്തിൽ പോകണമെന്നാണ്. നമ്മൾ പൊരുതി നമുക്ക് ഒരമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരേ അമ്പലത്തിൽ ഈശ്വരനെയാണ് ആരാധിക്കുന്നത്. 33 കോടി ദേവഗണങ്ങളെ ആരാധിക്കുന്നുണ്ടാകാം, പക്ഷെ എല്ലാം ഒന്നാണ്. തന്ത്രമന്ത്രങ്ങളാൽ, ആഗമശാസ്ത്രത്തെ പ്രകാരം തന്ത്രമന്ത്രങ്ങളാൽ ഒരു ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തുമ്പോൾ കിട്ടുന്ന അനുഭൂതി എന്താണോ അതിൽ നിന്ന് വ്യത്യാസമല്ല. കൊടുങ്കാട്ടിലുള്ള ഒരു ആദിവാസി തനിക്ക് കിട്ടിയ നല്ലൊരു കല്ല് ഒരു നല്ല മരത്തിന്റെ ചോട്ടിൽ കുത്തി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശൂലം അവിടെ നാട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭൂതി തന്ത്രമന്ത്രങ്ങളാൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന അതേ അനുഭൂതി തന്നെയാണ് കിട്ടുന്നത്. ഒരിടത്ത് ദൈവം മറ്റൊരിടത്ത് ജഗത്താനുമാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാം ദൈവം തന്നെയാണ്. എല്ലാറ്റിന്റെ മുന്നിലും നമസ്കരിക്കാൻ ഹിന്ദുവിനെ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് മതപരമായ ഐക്യം എന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല, സംഘടനകളില്ല, എന്നും മതപരമായ ഐക്യമുണ്ട്. ലോകത്ത് മതപരമായ ഐക്യമുള്ള ഏറ്റവും വലിയ വിഭാഗം ഹിന്ദുക്കളാണ്. അതിനൊരു തർക്കമില്ല. പക്ഷേ നമുക്ക് പിഴവ് പറ്റിയത് എവിടെയാണെന്ന് നമ്മൾ സംഘടിതരല്ല. അത് രാഷ്ട്രീയമായി സംഘടിക്കാനാണ് പറഞ്ഞത്. മതപരമായി നമ്മൾ സംഘടിതരാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജയിച്ചത് അവിടെയാണ്. അവർ മതപരമായി സംഘടിതരല്ല, പക്ഷെ രാഷ്ട്രീയമായി സംഘടിതരാണ്. ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഓരോന്നും പിടിച്ചു പറ്റേണ്ടതും സ്ഥാനങ്ങൾ എങ്ങനെയാണ് നേടേണ്ടതും എന്ന് അവർ ആസൂത്രണം ചെയ്തു. അത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി. അവർ രാഷ്ട്രീയമായി സംഘടിതരാണ്, നമ്മൾ മതപരമായി സംഘടിതരാണ്. ജനാധിപത്യത്തിൽ മതപരമായ സംഘടന മാത്രം പോരാ. ജനാധിപത്യത്തിൽ രാഷ്ട്രീയമായ സംഘടനത്തിന് മാത്രമേ കാര്യങ്ങൾ നേടാനും അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. നമ്മൾ രാഷ്ട്രീയമായി സംഘടിതരല്ല. രാഷ്ട്രീയമായി നമ്മൾ സംഘടിതരായിരുന്നുവെങ്കിൽ ചിന്തിക്കൂ. നമ്മൾ രാഷ്ട്രീയമായി സംഘടിതരായിരുന്നുവെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന, നമ്മളാക്കിയ, നമ്മൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായ ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തന്റെ വരുമായിരുന്നു. രാഷ്ട്രീയമായി നമ്മൾ സംഘടിതരായിരുന്നെങ്കിൽ കരുത്തിൽ കയറിട്ട് വരിക്കാൻ ധൈര്യം വരുമായിരുന്നു. രാഷ്ട്രീയമായി നമ്മൾ സംഘടിതരാണെങ്കിൽ മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പറയുന്നത്. ആ മാതാവിനെ ലോകം ആരാധിക്കുന്ന ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയെ പുലഭ്യം പറയാൻ ഇവിടുത്തെ സംഘടനകൾക്ക് ധൈര്യം വരുമായിരുന്നു. അമ്മയിൽ തുടങ്ങി ഗുരുവിലെത്തി. അമ്മയിൽ തുടങ്ങി മാതാ പിതാ ഗുരു ദൈവം, അമ്മയിൽ തുടങ്ങി ഗുരുവിലെത്തി. ഇനിയും ഹിന്ദു സഹിക്കണം. അമ്മയിൽ തുടങ്ങിയത് അവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. കിട്ടിയ ഷോക്ക് ട്രീറ്റ്മെന്റുകൾ ഒന്നും മനസ്സിലാക്കിയില്ല. അമ്മയിൽ തുടങ്ങി ഗുരുവിലെത്തി. എന്തുകൊണ്ട്? ഹിന്ദുവായി സംഘടിക്കുമ്പോഴുള്ള വെപ്രാളം, ഹിന്ദു രാഷ്ട്രീയമായി സംഘടിക്കുമോ എന്ന ഭയം. ഇവിടെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ ചില ക്രൈസ്തവ സഭകളുമായി ചെറുതായി ഒന്ന് കൊമ്പ് കൊരുക്കുന്നതായി നമ്മൾ കേട്ടു. മറ്റേ മത്തായി ചാക്കോടെ സൂയിസൈഡ് മറ്റേ ഇതൊക്കെ ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ടായി. അന്ന് G. സുധാകരനെ പോലുള്ള മഹാകവികൾ, നമ്മുടെ പഴയ ദേവസ്വം മന്ത്രി G. സുധാകരനെ പോലുള്ള സഖാവ് G. സുധാകരനെ പോലുള്ള മഹാകവികൾ മലയാളത്തിലെ പുതിയ ഭാഷയൊക്കെ സഹിച്ചു. രൂപത എന്ന് പറഞ്ഞാൽ രൂപത എന്നാണ്, അതിരൂപത എന്ന് പറഞ്ഞാൽ അതിയായി രൂപത എന്നാണ് എന്നൊക്കെ സുധാകരൻ വ്യാഖ്യാനങ്ങളൊക്കെ കളിക്കുന്നത്. അങ്ങനെ ചെറുതായി ഒന്ന് ക്രൈസ്തവ സഭകളുമായി പൊരുത്തുവരുടെ കാലിൽ തൊട്ടി പിന്നെ പോയി കടന്നു, അത് വേറെ കാര്യം. എന്നാലും ചെറുതായി ഒന്ന് പൊരുത്തു. ആ പൊരുക്കുന്ന സമയത്ത് ഇവിടുത്തെ SFI-യോ DYFI-യോ ഏതെങ്കിലും വർഗ ബഹുജന സംഘടനകളോ ക്രൈസ്തവ സഭകളുമായി CPM-ന് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നതിന്റെ പേരിൽ അവരാരെങ്കിലും യേശു ക്രിസ്തുവിനെ തൃശൂലത്തിൽ തടച്ചുകൊണ്ടൊരു പ്ലോട്ട് കാണിക്കുമായിരുന്നു? ധൈര്യമുണ്ട് അവർക്ക്. ഇസ്ലാമിക സംഘടനകളുമായി പ്രശ്നം ഉണ്ടാകാം, പ്രതികരിച്ചിട്ടുണ്ടാകാം, പ്രതിഷേധിച്ചിട്ടുണ്ടാകാം, പ്രകോപനം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവരാരാധിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെയോ ഇസ്ലാമിക സമൂഹത്തിലെ ഏതെങ്കിലും അവരുടെ മനസ്സിൽ വളരെ ആരാധ്യമായ സ്ഥാനത്തിലാണെന്ന് ആരുടെയെങ്കിലുമോ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്ന ഒരു സംഭവം നടത്താൻ അവർക്ക് ധൈര്യം വരുമായിരുന്നു. എന്തേ വരാത്തത്? അവർ രാഷ്ട്രീയമായി സംഘടിതരാണ്. നമ്മൾ രാഷ്ട്രീയമായി
സംഘടിതരല്ല. ഗുരുദേവൻ പറഞ്ഞു സംഘടന കൊണ്ട് ശക്തരാകണം, നമുക്ക് സംഘടന ഉണ്ടായിരുന്നു. പക്ഷേ ജനാധിപത്യത്തിൽ ശക്തി എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ ശക്തിയാണ്. അത് ഇന്ന് നമ്മൾ വ്യക്തമായി തിരിച്ചറിയുന്നു. അപ്പൊ ന്യായങ്ങൾ പറയാം. ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ചതും കഴുത്തി കയറിട്ട് വലിച്ചതും എന്തിനാണ്? അത് ഇപ്പോഴത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മോദിയുമായി വേദി ബന്ധിച്ചു. ചെയ്യാൻ പാടും. നമ്മൾ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു കാലത്ത് കേരളത്തിലെ അയിത്തം എത്ര മീറ്റർ മാറി, എത്ര അടി മാറി നിൽക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് കൽപ്പിക്കാനുള്ള അധികാരം ആൾവാഞ്ചേരി തമ്പ്രാക്കൾക്കായിരുന്നുവെങ്കിൽ ഇന്ന് CPM-നാണ്. ആരെ എവിടെയൊക്കെ നിർത്തണം, എത്ര അടി അകലെ നിർത്തണം, ആരെയൊക്കെ തൊടാം, ആരിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് ഇപ്പൊ തീരുമാനിക്കാനുള്ള അവകാശം CPM-നാണ്. അതുകൊണ്ടാണ് ആരെയൊക്കെ തൊടാം, ആരുടെയൊക്കെ കൂടെ ഇരിക്കാം എന്നുള്ള ആചാരങ്ങളൊക്കെ ഇപ്പൊ നിശ്ചയിക്കുന്നവരാണ്. അപ്പൊ മോദിയുമായി വേദി ബന്ധിച്ചു. ഒന്ന്, ശിവഗിരിയിലേക്ക് മോദിജിയെ ക്ഷണിച്ചു കൊണ്ടുപോയി. രണ്ട്, BJP-യുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത് ഷാജിയെ കണ്ടു. അവിടെ കൊണ്ട് നിർത്തിയില്ല. BHP-യുടെ എല്ലാമായ തൊഗാഡിയാജിയുമായി സംസാരിച്ചു. പോരെ പൂരം തൊഗാഡിയാജിയുമായി സംസാരിച്ചു. ഇതൊക്കെ തന്നെ ശത്രുപക്ഷം നിർത്താൻ പോലെ. ഇതൊന്ന് കാണിക്കുന്നു സംഘടനയെ ഹൈന്ദവ പക്ഷത്തേക്ക് കൊണ്ടുപോകുന്നു. മോദിയുമായി വേദി പങ്കിട്ടതിലൂടെ, അമിത് ഷാജിയെ കണ്ടതിലൂടെ, തൊഗാഡിയാജിയുമായി സംസാരിച്ചതിലൂടെ ഒക്കെ ഇപ്പോൾ യോഗം സെക്രട്ടറി നൽകുന്ന സൂചന യോഗം ഹൈന്ദവ സംഘടന അല്ലെങ്കിൽ ഹൈന്ദവ തൊഴുത്തിലേക്ക് യോഗത്തെ കൊണ്ടുപോകുന്നു. ഇതിനെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ആണോ? നിങ്ങളുടെ വാദങ്ങൾ ഞങ്ങൾ അന്ന് സമ്മതിക്കുന്നു. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, ആദ്യത്തെ യോഗം സെക്രട്ടറി അല്ല വെള്ളാപ്പള്ളി നടേശൻ സാർ. SNDP-യുടെ പ്രഥമ യോഗം സെക്രട്ടറി കുമാരനാശാൻ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാകവി, ശ്രീനാരായണ ഗുരുവിന്റെ മാനസപുത്രൻ. അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ SNDP-യുടെ പ്രഥമ യോഗം സെക്രട്ടറിക്കുണ്ട്. SNDP-യുടെ പ്രഥമ യോഗം സെക്രട്ടറി മോദിയുമായി വേദി പങ്കിട്ടിട്ടില്ല. SNDP-യുടെ പ്രഥമ യോഗം സെക്രട്ടറി RSS നേതൃത്വമായോ വിശ്വഹിന്ദു പരിഷത്ത്, അത് വിശ്വഹിന്ദു പരിഷത്തില്ല, RSS ഇല്ല. കുമാരനാശൻ ജീവിച്ചിരിക്കുന്നതിന് ഒന്നുമില്ല. അവരുമായി ചർച്ച നടത്തിയിട്ടില്ല. ഇത്തരം ഒരു സംഘടനയുമായി ചർച്ച നടത്തിയിട്ടില്ല. അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയം എന്തായിരുന്നു? കുമാരനാശാനോട് കുമാരനാശാനെ മഹാകവിയായി അംഗീകരിക്കാൻ എപ്പോഴെങ്കിലും CPM തയ്യാറായിട്ടുണ്ടോ? ബഹുമാനിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? മലയാളിയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന വഴികൾ എഴുതി വെച്ച, കല്ലെ കൊത്തിയതുപോലെ എഴുതി വെച്ച കുമാരനാശാനോട് എന്തിനായിരുന്നു ശത്രുത? ഹിന്ദുത്വം പ്രകടിപ്പിച്ചതിനോ? ഹിന്ദു സംഘടനകളുമായി ചർച്ച ചെയ്തതിനോ? കുമാരനാശാനെ നിങ്ങൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതാണ്. നന്നാക്കിയിട്ട് പാദസേവകൻ എന്ന് ഇപ്പൊ പറയുന്നേ. പല സംഘടനകളും പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ പാദസേവകൻ അല്ല, ഉപയോഗിച്ച വാക്ക് ചെരുപ്പ് നക്കിയത്. അത് ഇഷ്ടമായിട്ടുണ്ട്. മറ്റേ സുഭാഷ് ചന്ദ്രബോസിനെ ഒക്കെ വിളിച്ചത് അതാണ്. അതേ വാക്കാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്ന വാക്കാണ് SNDP-യുടെ പ്രഥമ യോഗം സെക്രട്ടറി മലയാളിയുടെ മനസ്സിൽ എന്നെന്നും ഉയർന്ന സ്ഥാനവുമുള്ള മഹാകവി കുമാരനാശാന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചാർത്തി കൊടുത്ത ബിരുദം നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രസിദ്ധീകരണവും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുമാരനാശാനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു വരി നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, SNDP-യുടെ യോഗം സെക്രട്ടറിയായ കുമാരനാശാനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു വരി നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പൊ നടന്ന സംഭവങ്ങളാണ് SNDP-ക്കെതിരെ തിരിയാൻ കാരണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് അംഗീകരിക്കാം. ഇതൊന്നും ചെയ്യാതെ എന്തിനെ പ്രഥമ യോഗം സെക്രട്ടറിയെ വിളിച്ചു തുറച്ചത്? അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്ന് പറഞ്ഞ് വിളിച്ചാക്ഷേപിച്ചതെന്തിന്? അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നെഴുതിയിരിക്കുന്നു. SNDP യോഗത്തിന്റെ അന്നത്തെ ഹൈന്ദവ മുഖം അത് വരികളിലൂടെ വ്യക്തമാക്കി ആരെയും കണ്ടിട്ടില്ല. ഒരു സംഘടനയുടെ അടുത്ത് ചെന്നിട്ടില്ല. മാപ്പിളലഹളയുടെ വേദനകൾ തൂലികയിലൂടെ പുറത്തു വന്നു കുമാരനാശാന്റെ. ക്രൂര മുഹമ്മദ് ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നേടുവോ മേറ നാട്ടിൽ. അമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഇമ്മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ. കുമാരനാശാൻ എഴുതിയതാണ്. ക്രൂര മുഹമ്മദ് ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നേടുവോ മേറ നാട്ടിൽ. അമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഇമ്മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ എന്ന് തുടങ്ങി അങ്ങോട്ട് അന്ന് നടക്കുന്ന ക്രൂരതകൾ. ഗുജറാത്തിലെ അല്ല ഭ്രൂണം കുത്തിയത്, ഗർഭാവസ്ഥയിലുള്ള ഭ്രൂണാവസ്ഥയിൽ കിടക്കുന്ന കുട്ടികളുടെ ഗർഭിണികളുടെ വയറ്റിലേക്ക് വാൾ കയറ്റിയത് അടക്കമുള്ള നികൃഷ്ടമായ സംഭവങ്ങള്. അവസാനം അതിലെ നായികയെ കൊണ്ട് കുമാരനാശാനെ പറയിപ്പിക്കേണ്ടി വന്നു. മാപ്പിള എന്നവയേറെ കയക്കുന്നു, വേപ്പിലയേക്കാൾ ചെകിട്ടിനേറി. മാപ്പിള എന്നവയേറെ കയക്കുന്നു, വേപ്പിലയേക്കാൾ ചെകിട്ടിനേറി എന്ന് അതിലെ നായികയെ കൊണ്ട് കുമാരനാശാൻ പറയിപ്പിച്ചു. അപ്പോ അന്നത്തെ ആ ദുരവസ്ഥ കണ്ടുകൊണ്ട് എനിക്കറിയാം
നാളെ എനിക്ക് ഫോൺ കോൾ വരുന്നത്, ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ വരും. ടീച്ചറെ ദുരവസ്ഥയിൽ ഈ വരികളൊന്നും ഇല്ല. ടീച്ചർ ഈ പറഞ്ഞ ഒരു വരിയും ദുരവസ്ഥയിൽ ഇല്ല. ടീച്ചർ അത് ഉണ്ടാക്കി പറഞ്ഞതാണ്. എനിക്ക് കവിതയുടെ ഒരു വരി പോലും എനിക്ക് കിട്ടില്ല ഉണ്ടാക്കി പറയാൻ. ടീച്ചർ ഉണ്ടാക്കി പറഞ്ഞതാണ് ദുരവസ്ഥയിൽ ഈ വരികളില്ല. ഇന്ന് എനിക്ക് ഫോൺ കോൾ വരും, കാരണം പല സ്ഥലത്തുനിന്നും വരാറുണ്ട്. അത് നമ്മുടെ മറ്റൊരു ദുര്യോഗം. ഇപ്പോൾ കിട്ടുന്ന ദുരവസ്ഥയുടെ കോപ്പികളിൽ, പുതിയ എഡിഷനുകളിൽ, പ്രിന്റുകളിൽ ഈ വരികളില്ല. നമ്മൾ കുമാരനാശാന്റെ കവിതയെയും മുറിച്ചിട്ടാണ് മതേതരത്വം നടപ്പാക്കിയത്. മതേതരത്വം നടപ്പാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുറിക്കണമല്ലോ. അതിൽ കുമാരനാശാന്റെ മതേതരത്വം നടപ്പാക്കാൻ കവിതയുടെ വരികളാണ് മുറിച്ചത്. അതിന്റെ പഴയ കോപ്പി ആർക്ക് വേണമെങ്കിൽ തരാനില്ല. ആർക്ക് വേണമെങ്കിൽ പഴയ കോപ്പി പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതിന്റെ ആദ്യകാല പ്രിന്റുകളിലൊക്കെ ഈ വരികളുണ്ട്. പക്ഷെ അതിന് ശേഷം അത് പലപ്പോഴും പുതിയതായി റീപ്രിന്റ് ചെയ്യുന്ന സമയത്ത് അത്തരം വരികളൊക്കെ മാറ്റി മതേതരത്വത്തിന് പറ്റുന്ന വിധത്തിൽ അതിനെ ചെത്തിക്കൂർപ്പിച്ച് എടുത്തതാണ്. അപ്പോ എന്തിനായിരുന്നു അന്ന് SNDP യോഗത്തിന്റെ യോഗം സെക്രട്ടറി ആയിരുന്ന കുമാരനാശാനെ മരിച്ചിട്ടും വിടാതെ വേട്ടയാടിയത്? ബഹുമാനിക്കാൻ മനസ്സില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നു. ലോകത്തെ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് EMS ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി എത്ര പുസ്തകം രചിച്ചിട്ടുണ്ട് EMS? ഏറ്റവും കൂടുതൽ ഈഴവർക്ക് അംഗത്വമുള്ള ഒരു പാർട്ടി, ഈഴവരുടെ ചോരയും നീരും ഊറ്റി കുടിച്ചു വളർന്ന ഒരു പാർട്ടി. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി EMS എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? RSSകാർക്കും ഹിന്ദു ഐക്യവേദിക്കാർക്കും സംഘപരിവാറുകാർക്കും ഇപ്പം തുടങ്ങിയ പ്രേമമൊന്നുമല്ല. നമ്മൾ എന്നും ഒന്ന് തന്നെയാണ്. 1970-ലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും ഏറ്റവും വലിയ ചിന്തകനും വാഗ്മിയും എല്ലാമായ മാന്യ പരമേശ്വർജി ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ നായകൻ എന്ന ഗ്രന്ഥം എഴുതിയത് 1970-ലാണ്. SNDPയുടെ യോഗ സെക്രട്ടറി VHPയുമായി കാണുമെന്ന് വിചാരിച്ചല്ല, മോദിയുമായി വേദി പങ്കിടുമെന്ന് വിചാരിച്ചല്ല, ശിവഗിരിയിലേക്ക് മോഡിയെ വിളിച്ചു കൊണ്ടുവരുമെന്ന് ചിന്തിച്ചല്ല. ഇതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത 1970-ലാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ നായകൻ എന്ന ഗ്രന്ഥം എഴുതിയത്. അത് 4 ഭാഷകളിൽ വിവർത്തനം ചെയ്തത് കേരളത്തിൽ നിന്നില്ല. 4 ഭാഷകളിൽ വിവർത്തനം ചെയ്ത പുസ്തകം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞങ്ങളാണ് ഗുരുവിന്റെ എല്ലാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കട്ടെ. ബംഗാളിൽ ഞങ്ങളുടെ സഖാവിനോട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ചോദിച്ചാൽ അതെന്താ മുതലെന്ന് ചോദിക്കും. ശ്രീനാരായണ ഗുരു അതെന്താ മുതല് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? പക്ഷെ ബംഗാളിലൊന്നല്ല, അങ്ങ് ഉട്ടോപ്യയിൽ സ്വയംസേവകനോട് പോയി ചോദിക്കൂ ആരാണ് ശ്രീനാരായണ ഗുരുവിന്. അവർ ചെല്ലുന്ന പ്രാതസ്മരണയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഗുരുദേവന്റെ നാമമുണ്ട്. ഇന്ത്യയിലെ എല്ലാ ആചാര്യന്മാരുടെയും കൂട്ടത്തിൽ, ആദരിക്കേണ്ടവരുടെ കൂട്ടത്തിൽ RSSകാരൻ ചെല്ലേണ്ടുന്ന പ്രാതസ്മരണ അതൊന്ന് വായിച്ചു നോക്കുക. അറിയാവുന്ന ഒരു സ്വയംസേവകന്റെ അടുത്ത് ചോദിക്കുക. അതിനകത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ നാമമുണ്ട്. തൊഗാഡിയാജിയുമായി കണ്ടതിന് ശേഷം എഴുതി ചേർത്തതല്ല, മോദിയുമായി വേദി പങ്കിട്ടതിന് ശേഷം എഴുതി ചേർത്തതല്ല, ശിവഗിരി മഠത്തിൽ മോദി വന്നതിന് ശേഷമല്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് സ്വയംസേവകന്റെ നാവിൽ ആ പേരുണ്ട്. പ്രാർത്ഥന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രാതസ്മരണ. ആ പ്രാതസ്മരണയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നാമമുണ്ട്. ശ്രീനാരായണ ഗുരു ഹൈന്ദവ സമൂഹത്തിന്റെ ലോകത്തിന്റെ മുഴുവനാകുമ്പോഴും ആ ലോകത്തിന്റെ ആചാര്യനായി സമർപ്പിച്ചത് ഹൈന്ദവ സമൂഹമാണെന്ന്, സമൂഹത്തിന്റെ ആചാര്യനാണെന്ന് അഭിമാനത്തോടുകൂടി എന്നും ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ സമൂഹവും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പ്രാതസ്മരണ അറിയാലോ. അവർക്ക് RSS എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ആരമാ 2 വാക്ക്. അവസാനിപ്പാട്ട് ജയരാജന്മാര് കണ്ടുപിടിച്ചു ഈ കാണുന്ന RSSകാരും നല്ല കുഴപ്പം, ഈ പുറത്ത് കാണുന്ന RSSകാരൊക്കെ നല്ലവരാ, പിന്നെ പുറത്ത് കാണാത്തൊരു കൂട്ടിട്ടത്തിൽ അതാണ് പ്രചാരകന്മാരെന്ന് പറയുന്നത്. അവരാണ് സർവ്വ ഇടാപടത്തിന് കാരണക്കാരൻ. ജയരാജന്റെ കണ്ടുപിടുത്തം അത് തന്നെ ശംസീറൊക്കെ ഏറ്റു പറഞ്ഞു. SFIയുടെ അവരുടെ പ്രത്യേകതയാണല്ലോ. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അതെന്നെ അന്ന് ബ്രാഞ്ച് സെക്രട്ടറിയോടെ പറയും. കാരണം ഇങ്ങനെ എല്ലാവരും വായിലേക്ക് ഒന്നിച്ചടിച്ചു കയറ്റിയിരിക്കാം. ജയരാജന്റെ കിട്ടിയ വഴിക്ക് ശംസീർ ചാനലിൽ തെളിയുന്നു. ശംസീർ പറഞ്ഞു കുഴപ്പക്കാർ മുഴുവൻ ആരാ പറയും? പ്രാന്ത പ്രചാരകന്മാരാണ്. അവർക്ക് ഒരുപാട് എന്താ വിചാരിച്ചത്. പ്രാന്ത പ്രചാരകന്മാരാണ് ഈ കുഴപ്പം മുഴുവൻ. ചില വാക്കാണ് കിട്ടിയപ്പോ അതിനെ എടുത്തിട്ട് എന്താ അടിച്ചു കൂട്ടി. ഇതാണ് അവർക്ക് RSS. കുറച്ച് വാക്ക് രക്ഷ ആരമ ബൈടെക് ബൗദ്ധിക്ക് ഇങ്ങനെ 4 വാക്ക് കിട്ടിയാൽ ഞങ്ങൾ പഠിച്ചു RSSന്. ഒരു പാവം പെൺകുട്ടിയുടെ വായിൽ കമ്മ്യൂണിസ്റ്റുകാരെ തിരികെ കൊടുത്ത വാക്ക് നമ്മുടെയൊക്കെ വളരെ വാട്സപ്പിലുണ്ട്. കട്ട തോന്നിയിരിക്കാൻ കുട്ടിയെ പറ്റിയിട്ട്. ആ കുട്ടി എന്താ പറഞ്ഞാൽ
RSS ചെരുപ്പിടില്ല. ഒരു റൂട്ട് മാർച്ച് റോഡ് വന്നിട്ട് ഒന്ന് കാണാമായിരുന്നു. ഷൂസ് ഇട്ട് റൂട്ട് മാർച്ച് നടത്തുന്നത് ചാനലിലല്ല. RSS ചരിത്രം പഠിക്കേണ്ട ഒന്നും വേണ്ട. വിജയദശമി റൂട്ട് മാർച്ച് നടത്തുമ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാ പോലെ വാതിലൊന്ന് തുറന്നിട്ട് അങ്ങനെ തുറക്കാൻ പാർട്ടി സമ്മതിക്കില്ലേ. കാരണം തുറന്നാ ഇവരുടെ ഒരു ബഹുമാനം തോന്നും, ഒരു ആദരവ് തോന്നും. എന്റെ പിന്നാലെ പോകും. ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു RSSകാരൻ ചെരുപ്പിടില്ല അല്ലെ, ട്രൗസർ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇത് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ തുടങ്ങിയതല്ല. ഈ RSSന്റെ ട്രൗസർ കണ്ടപ്പോൾ ആ പ്രേമം അത് ഇപ്പൊ തുടങ്ങിയതല്ല. ഈ പ്രേമം കണ്ട് മുഴുത്തിട്ടാണെന്ന നിങ്ങളും പോയി RSS ആകുമെന്ന് പറഞ്ഞിട്ട് ട്രൗസർ ഇടാനുള്ള ശുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാക്കി പാന്റ് കൊടുത്തു. RSSകാരൻ കാക്കി പാന്റ് ഇട്ട് നടക്കുമെന്നാണ് ഇവര് കേമത്തെന്ന് വിചാരിച്ചിട്ട് ട്രൗസർ ഇടാനുള്ള ശുദ്ധി ഇല്ലാതെ നിങ്ങൾ പാന്റ് കൊടുത്തു, ചുവന്ന കുപ്പായം കൊടുത്തു, തൊപ്പി കൊടുത്തു, 8 അടി നീളമുള്ള ഒരു മാറാളം തൊട്ടി കൊടുത്തു. തുടങ്ങിയ സമയത്ത് ഒരു മാറാളം തൊട്ടി ചെയ്യുന്നു. കാരണം ഇവൻ ചെറുപ്പം മുതൽ വിളിക്കുക അണ്ടിക്കമ്പല മുറ്റത്ത് 6 അടി മുളവടി മുറുവടി എന്നീ പറഞ്ഞ RSSകാരനെതിരെ. അപ്പൊ ഈ RSSകാരന്റെ ധൈര്യം, അവന്റെ ആത്മാഭിമാനം അത് ഈ 6 അടി വടിയോണ്ടാണ് അവൻ വിചാരിച്ചത്. അതിന്റെ ചൂട് നല്ലോണം പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ വിചാരിച്ചു ഈ 6 അടിക്ക് ഇത്രയും ചൂടുണ്ടെങ്കിൽ 8 അടിക്ക് എണ്ണായിട്ട് ചൂടുണ്ടാവുന്ന ഇവന്റെ കയ്യിൽ 8 അടി എന്നുള്ള ഒരു മാറാളം തൊട്ടി ഓർമ്മയുണ്ടോ? ബ്ലഡ് വോളണ്ടിയേഴ്സ് തുടങ്ങിയ കാലത്ത് നടത്തിയിട്ട് അതിന് നാട്ടിലെ ഏതെങ്കിലും പഴയ പട്ടാളക്കാരന്മാരെ വിളിച്ചിട്ട് രാത്രി പരിശീലിപ്പിക്കുക. ഒരു കാലം വരെ ഓല കെട്ടും, അടുത്ത കാലം വരെ ശീല കെട്ടും. ഓല കാല് ശീല കാല് എന്ന് പറഞ്ഞിട്ട് അതാ RSS വിചാരിച്ചു. അപ്പൊ അത് ഈ RSSനോടുള്ള പ്രേമം കൊണ്ടൊക്കെ കൊടുത്തത്. ആളുകളുടെ ഉള്ളിൽ ഈ പ്രേമമുണ്ട്, ഈ ബഹുമാനമുണ്ട്. അതിനൊരു ചെറിയ ശമനമായിരുന്നു ആ വേഷം കെട്ടിച്ചത്. പക്ഷേ വേഷം കെട്ടിച്ചപ്പോ ചിന്താജപമാർ അടക്കമുള്ള എല്ലാ സഖാക്കളും തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് RSSനെയും അതിന്റെ സ്വയം സേവകരെയും മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കണം. ഒന്ന് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പിണറായി വിജയൻ ഇടുവോ റെഡ് യൂണിഫോം? പിണറായി വിജയൻ ഇടുവോ? ഇന്നൊക്കിന്ന് ലോകത്ത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആരാധ്യനായ മോദിജി ആ യൂണിഫോമിൽ അത് അഭിമാനത്തിന്റേതാണ്, ആത്മാഭിമാനത്തിന്റേതാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടിയേരി ഇടുവോ? അത് ചോറ്റ് പട്ടാളത്തിന് ഇടാനുള്ളതാ. തല്ലാനും കൊല്ലാനും വളർത്തിയെടുക്കുന്ന ചോറ്റ് പട്ടാളത്തിനുള്ള റെഡ് വോളണ്ടിയേഴ്സിന്റെ കൂടെ തന്നെ അത് ബഹുമാനം ഉണ്ടാവില്ല. സർസംഘചാലകി മുതൽ ഇങ്ങോട്ട് സാധാ സ്വയം സേവകൻ വരെ ഒരേ വേഷത്തിൽ നിൽക്കുമ്പോൾ അവര് ലോകത്തിന്റെ ഏത് കോണിൽ ഏത് പദവിയിൽ ചെന്നാലും ശാഖയിൽ വരുമ്പോൾ ആ ഗണവേഷം ഇടാൻ, പരമപവിത്ര ഭഗവത്വത്തിന് മുന്നിൽ പ്രണാം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത സ്വയം സേവകന്റെ മനോഭാവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ജന്മം ജനിക്കണം. ഈ ജന്മം ആ ശുദ്ധി മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ജന്മം ജനിക്കണം. പ്രചാരകന്മാരെ സർവ്വ കുഴപ്പങ്ങൾക്ക് കാരണം ശരിയാ, പ്രചാരകന്മാരെ സർവ്വ കുഴപ്പങ്ങൾക്ക് കാരണം അങ്ങനെ ഒരു പ്രചാരകനാണെന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ അമരക്കാരനായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നത് ഒരു പ്രചാരകനാണ്. ഇതിനു മുൻപ് ഇന്ത്യ കണ്ട അഭിമാനിയായ മറ്റൊരു പ്രധാനമന്ത്രി അടൽജി, അദ്ദേഹവും സംഘ പ്രചാരകനായിരുന്നു. അപ്പൊ എല്ലാ കുഴപ്പക്കാരും ഇവരാണല്ലോ അധികാരത്തിലെത്തുന്നത്. ഞങ്ങൾക്കൊട്ട് അധികാരം കിട്ടുന്നില്ല. അപ്പൊ കുഴപ്പം മുഴുവൻ പ്രചാരകന്മാരാണ്. അങ്ങനെ പ്രചാരകന്മാരുടെ ശുദ്ധി കണ്ടിട്ടാണ് ജനങ്ങൾ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ആരാധ്യനായ പരമപൂജനീയ ചിന്മയാനന്ദ സ്വാമി സംഘ പ്രചാരകന്മാരെ പറ്റി പറഞ്ഞെന്തറിയോ? കാവി ഉടുക്കാത്ത സന്യാസിമാരാണ്. കാവി ഉടുക്കാത്ത സന്യാസിമാർ സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്നു. കാവി ഉടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സന്യാസിയെ പോലെ കുടുംബം ഉപേക്ഷിച്ച് കൂട്ടുപേക്ഷിച്ച് സമാജത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്ന കാവി ഉടുക്കാത്ത സന്യാസിമാർ എന്ന വാക്കാണ് പരമപൂജനീയ ചിന്മയാനന്ദ സ്വാമി RSSന്റെ പ്രചാരകന്മാർക്ക് കൊടുത്തിട്ടുള്ളത്. അവരെയാണ് ഇന്ന് ഇത്തിരി എന്താ പറയാ, ഇന്ത്യ പണ്ടൊരു മലബാറിലൊരു കാക്ക ചോദിച്ചു എന്ത് ഇന്ത്യ ബോംബയുടെ ഒരു മൂലക്കുണ്ടോ എന്ന് ചോദിച്ചു. കാരണം മൂപ്പര് ബോംബെ പോയപ്പോ ക്ഷേമ തോന്നി. എന്ത് ഇന്ത്യ ബോംബയുടെ ഒരു മൂലക്കുണ്ടോ എന്ന് ചോദിച്ച കാക്കയെ പോലെ എന്ത് ഇന്ത്യ കേരളത്തിന്റെ കണ്ണൂരിന്റെ അപ്പുറത്ത് സാധനം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ജയരാജന്മാര് എന്നിട്ടാണ് ഇവർക്കെതിരെ തിരിയണത്. കണ്ണൂരിന്റെ അപ്പുറം ലോകമുള്ളത് ഇപ്പോഴും കണ്ടിട്ടില്ല. അതിനപ്പുറം ലോകത്തെ പറ്റി മനസ്സിലാകൂല. അപ്പോ ഇതെല്ലാം അത് ശ്രീനാരായണ ഗുരുദേവനെതിരെയാണെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെയാണെങ്കിലും ബാലഗോകുലത്തിനെതിരെയാണെങ്കിലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഹിന്ദുത്വത്തിനെതിരെ. ഹിന്ദുക്കൾ സംഘടിക്കുന്നതിനെതിരെ. ഹിന്ദുക്കൾ എന്നും അടിമയായി നിൽക്കണം. ആടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ആടിക്കളിക്കാനും ചാടിക്കളിക്കാനും പാകത്തിൽ നിന്നു കൊടുക്കണം. അതിനപ്പുറം അവൻ ആത്മാഭിമാനം പാടില്ല, അതിനപ്പുറം അവൻ ധൈര്യം പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഉണ്ടാകുന്ന അസ്ഥിരകളാണ് ഈ കാണുന്നതൊക്കെ. ഒരു തരത്തിലും ഹിന്ദുവിന് മുന്നോട്ട് വരുന്നതിൽ മാത്രമേ വശമുള്ളൂ.
കാരണമാണ്. പലയിടത്തും ബോർഡ് വെച്ചില്ലേ, അവരെ അമ്പലത്തിൽ കയറ്റിയത് ഞങ്ങളാണ്, അവന്റെ പെങ്ങളെ അമ്പലക്കുളത്തിൽ ഇറക്കിയത് ഞങ്ങളാണ്. കുളത്തിലിറക്കിയതെന്ന് പറഞ്ഞാൽ സത്യം, അമ്പലം അങ്ങോട്ട് വെട്ടിക്കൊള്ളു. കുളത്തിലിറക്കിയത് ഞങ്ങളാണ് അല്ലെ? മാറി മറക്കാൻ അനുവാദം മേടിച്ചു കൊടുത്തത് ഞങ്ങളാണ്. എന്നിട്ട് ഇപ്പൊ അവൻ RSS ശാഖയിൽ പോകണമെന്ന്, ഇപ്പൊ അവൻ RSS ശാഖയിൽ പോകണം. സഖാവേ, എട്ടുകാലി മമ്മൂഞ്ഞമാര് ഇപ്പോഴും വംശനാശം വന്നിട്ടില്ല അല്ലേ? എട്ടുകാലി മമ്മൂഞ്ഞമാരെ അറിയാമോ? മമ്മൂഞ്ഞിനെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. എന്താ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പ്രശ്നം എന്നറിയാമോ? എന്ത് കേട്ടാലും മൂപ്പര് ഒരു അതിന്റെ ആള് ഞമ്മളാണ്. മൂപ്പര് ഏറ്റെടുക്കാത്ത ഒരു വിഷയമില്ല, പ്രത്യേകിച്ച് ഗർഭവിഷയം. ഗർഭവിഷയമാണ് ഏറെ ഇഷ്ടം. അതിന്റെ ഒക്കെ ആള് ഞമ്മളാന്ന് പറയും. കാര്യം ഇത്തിരി പോരായ്മ ഉണ്ട് മൂപ്പര് ആ വിഷയത്തില്. അപ്പൊ അതുകൊണ്ട് ഏത് കേട്ടാലും അതിന്റെ ആള് ഞമ്മളാ, അതിന്റെ ആള് ഞമ്മളാന്നാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആരോ ചായക്കടയിൽ ഇരിക്കുമ്പോ പറഞ്ഞിട്ട് മനക്കിലെ മീനാക്ഷിക്ക് ഗർഭാണ്, കേട്ട വഴിക്ക് മമ്മൂഞ്ഞി പറഞ്ഞു ഞമ്മളറിയാത്ത ഗർഭോ, അതിന്റെ ആള് ഞമ്മളാണ്. കേട്ടവര് മൂക്കത്ത് വന്നിട്ട് മമ്മൂഞ്ഞി ഇജ്ജ് എന്തായി പറയുന്നത്? മനക്കിലെ മീനാക്ഷിക്കാണ് ഗർഭം. ആയിക്കോട്ടെ, മനക്കിലെ മീനാക്ഷിക്ക് ആയിക്കോട്ടെ, ഞമ്മളറിയാത്തൊരു ഗർഭോ, അതിന്റെ ആള് ഞമ്മളാണ്. ഇവര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. സംഗതി എന്താ? മനക്കിലെ മീനാക്ഷി മനക്കിലെ ആനയാണ്. മനക്കിലെ ആനയുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം എട്ടുകാലി മമ്മൂഞ്ഞ അങ്ങോട്ട് ഏറ്റെടുത്തു. ഇതുപോലെ ഇവിടെ ചില എട്ടുകാലി മമ്മൂഞ്ഞമാർ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ആള് ഞമ്മളാ. ഹിന്ദുക്കളെ മാറുമറയ്ക്കാൻ, സഹോദരിമാർക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതിന്റെ അവകാശം നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ചരിത്രത്തിന്റെ 10-20 രൂപ കൊടുത്താൽ കിട്ടുന്ന കേരള ചരിത്രത്തിന്റെ ചെറിയ അഡീഷനാണെങ്കിലും മേടിക്കുക. ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ട്രെയിനിൽ കൊണ്ട് നിൽക്കണവരുണ്ടാവില്ല, അവർ എഴുതിയൊന്നാവില്ല, വല്ലവരെന്നൊക്കെ കുറേശ്ശെ എടുത്തിട്ട് ട്രെയിനെ കൊണ്ടുപോയി വിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു 20 റുപ്യക്കാരൻ പുസ്തകം എടുത്ത് പഠിക്കൂ. എവിടുന്നാ മാറ് മറയ്ക്കാൻ ഹിന്ദുവിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളത്? മാറ് മറയ്ക്കാനുള്ള സമരം നടന്നത് 1822 മുതൽ 1859 വരെ അയ്യ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരം. അയ്യ വൈകുണ്ഠസ്വാമി കമ്മ്യൂണിസ്റ്റ് അല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ആകണമെങ്കിൽ ഈ കാറൽ മാർക്സ് എന്ന് പറഞ്ഞ ആളെങ്കിലും മിനിമം ഗർഭപാത്രത്തിലൊന്നും ഉണ്ടായിട്ട് വേണ്ടേ ആ കാലത്തില്. 1822 മുതൽ 1859 വരെയാണ് മാറ് മറയ്ക്കാൻ ചാന്നാർ കലാപം, മൊലക്കച്ച സമരം എന്നൊക്കെ പറഞ്ഞ് ചേരാ കലാപം, പല പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ആ കലാപം നടന്നത് 1822 മുതൽ 1859 വരെ. അന്ന് എവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ? അമ്പലത്തിൽ കയറാൻ 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അന്നവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലുണ്ടായത് 1925. 1925 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അത് രണ്ടും 1925 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ SNDPയുടെ പ്രഥമ വാർഷിക യോഗം നടന്ന ഹാളിലാണ് വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ആലോചിച്ചത്. സത്യാഗ്രഹികൾക്കുള്ള പ്രതിജ്ഞ പറഞ്ഞു കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവൻ ഞാനൊരു ഹിന്ദുവാണ് എന്ന് എഴുതി ഒപ്പിടണമെന്നാ പറഞ്ഞത്. സമരത്തിന് ഞാനൊരു ഹിന്ദുവാണ്. ഇനിയും സംശയമുണ്ടോ ശ്രീനാരായണ ഗുരു ആരാണ്? ഹിന്ദുക്കൾ സംഘടിതരല്ലാത്തോണ്ടേ പാവൻ ശ്രീനാരായണ ഗുരു സ്വന്തം മതവും ജാതിയും തെളിയിക്കുക. അപ്പൊ വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ഗതികേടിലാണ് നിൽക്കുന്നത്. കാരണം ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ ജാതി ഏതാ, മതം ഏതാന്ന്. അത്ഭുതമൊന്നുമില്ല. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാവൻ ശ്രീരാമചന്ദ്രന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ലേ? അയോധ്യ പഞ്ചായത്തിൽ പോയിട്ട് മേടിച്ചോണ്ടന്റെ സ്ഥിതിയായി. കൗസല്യാദേവിയോ ദശരഥ മഹാരാജാവോ ഒക്കെ വന്നിട്ട് ശ്രീരാമചന്ദ്രന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ഗുരുവിന്റെ ജാതി സർട്ടിഫിക്കറ്റ്, മത സർട്ടിഫിക്കറ്റും ചോദിക്കുന്നു. ഞാനൊരു ഹിന്ദുവാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം സമരത്തിൽ പങ്കെടുക്കാൻ. ഹിന്ദു അല്ലാത്ത ആരും പങ്കെടുക്കണ്ട, അത് ഹിന്ദുവിന്റെ അഭ്യന്തര കാര്യമാണ്. ഇത് തന്നെ ഗാന്ധിജിയും പറഞ്ഞത്. ആ സമരത്തിൽ അഹിന്ദുക്കൾ പങ്കെടുക്കരുത്, അത് ഹിന്ദുവിന്റെ അഭ്യന്തര കാര്യം. അപ്പൊ ഹൈന്ദവ സമൂഹമാണ് നടത്തിയത്, നയിച്ചത് ആചാര്യന്മാരാണ്. ഹൈന്ദവ സാമുദായിക സംഘടനകളാണ് അതിൽ നേതൃത്വത്തിലുണ്ടായിരുന്നത്. LSSന്റെ നേതൃത്വത്തിൽ സവർണ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നടന്ന സവർണ ജാഥ. പ്രക്ഷോഭകാരികളെ കൊടുത്തത് SNDPയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് വേണ്ടി അടിത്തറവർക്ക്. അന്ന് നിലവിലുള്ള എല്ലാ സാമുദായിക സംഘടനയുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. അല്ലാതെ CPM എന്ന പ്രസ്ഥാനമല്ല. കാരണം ഉണ്ടാവാത്ത മുതൽ എങ്ങനെയായാലും പങ്കെടുക്കുക? 1925 ഇന്ത്യയുടെ ഏതോ മൂലയിൽ ഈ സാധനം ഉണ്ടാവുന്നത്. ഇനി അകത്തേക്ക് കിടക്കാൻ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം, അതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കെടുത്തിട്ടില്ല. കാരണം ഇവിടെ ക്ഷേത്ര പ്രവേശനം നടന്നത് 1936. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിലെ പാറപ്പുറത്ത് പൊട്ടിമുളയ്ക്കണത് 1939. 1939 പിണറായിലെ പാറപ്പുറത്ത് ഈ
മുഴുവൻ ഉച്ചയോടെ പിടിപ്പിച്ചു. അതുവരെയുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ നേട്ടം മുഴുവൻ ആ അസുരവിത്ത് 1939 വന്ന മുതൽ ഉച്ചയോട് പിടിപ്പിച്ചു. അതുവരെ നമ്മൾ ശരിയായ പാതയിലായിരുന്നു. അയ്യ വൈകുണ്ഠ സ്വാമികള്, ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരുദേവൻ, സദാനന്ദ ഗുരു, ഇങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിര നമുക്കുണ്ടായിരുന്നു. ഗുരുദേവനെ സംശയിക്കുന്നുവോ? വിവേകോദയം മാസികയിൽ പേര് വെച്ച് എഴുതിയില്ലേ? മതം മാറി ക്രിസ്തുമതം സ്വീകരിച്ചവർ അത് ഉപേക്ഷിച്ചല്ലാതെ SNDPയുടെ യോഗങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കരുത് എന്ന് പേര് വെച്ച് വിവേകോദയം മാസികയിൽ എഴുതിയ ശ്രീനാരായണ ഗുരുദേവൻ ഇനിയും തെളിയിക്കണോ താൻ ആരാ എന്നുള്ളത്? പേര് വെച്ചെഴുതി അവർ ഉപേക്ഷിച്ച മതം തിരിച്ചു വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഹിന്ദുവായി മാത്രമല്ല ഞങ്ങൾ ജാതിയിൽ പിന്നോക്കമായത് കൊണ്ട് അവസ്ഥ അനുഭവിച്ചത് കൊണ്ടാണ് മതം മാറിപ്പോയത് എന്ന് പറഞ്ഞവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഈഴവനായി മതം മാറ്റുന്നു. ഹിന്ദുവായിട്ട് മാത്രമല്ല, നിങ്ങളെ വേണമെങ്കിൽ ഞാൻ ഈഴവനാക്കി മാറ്റിയെടുക്കുന്നു എന്ന് വരെ സധൈര്യം പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ പൂച്ചാക്കലടക്കം, ചേർത്തലയിലെ പൂച്ചാക്കലടക്കം പലകളിലും ഗുരുദേവന്റെ അനുഗ്രഹാശിസുകളോടെ നടന്ന മതം മാറ്റ കാര്യങ്ങള് മറന്നുപോയോ? ചിന്തിച്ചു നോക്കൂ. മന്നവും ശങ്കറും ഒക്കെ ദേവസ്വം ബോർഡിൽ ചുമതലയേൽക്കുന്ന സമയത്ത്, ദേവസ്വം ബോർഡിന്റെ നല്ല കാലമായിരുന്നു അത്. ആരാധ്യനായ മന്നവും NSSന്റെ തലതൊട്ടപ്പനായ എല്ലാമായ സമുദായ ആചാര്യനായ മന്നവും SNDPയുടെ സമുന്നതനായ നേതാവായ ശങ്കറും ഇവര് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരായും അധ്യക്ഷനായി ഇരിക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ ദേവസ്വം ഫണ്ട് അവർ മാറ്റിവെച്ചു. 1 ലക്ഷം രൂപ എന്തിനാണെന്നറിയാമോ? ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രം 1 ലക്ഷം രൂപ ദേവസ്വം ഫണ്ട് മാറ്റിവെച്ചപ്പോൾ NSSന്റെയും SNDPയുടെയും ഹിന്ദുത്വം ഇത് തെളിയിക്കണം. മന്നമാണ് NSS തുടങ്ങിയത്. ശങ്കരനെ പോലുള്ളവരാണ് മുന്നോട്ട് നയിച്ചത്. NSSന്റെയും SNDPയുടെയും മതപരമായ ചായ്വ് എന്താണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മുന്നിൽ തെളിയിക്കണം. 1 ലക്ഷം രൂപ മാറ്റിവെച്ചു. ഹിന്ദു സമൂഹത്തിൽ നിന്ന് മതം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചെലവിന് വേണ്ടി മാത്രമായിരുന്നു അത്. വെറുതെ ഇവിടെ നിന്ന് എന്റെ അച്ഛനമ്മയ്ക്ക് വിളിച്ചാൽ പോരാ, നാളെ മറ്റന്നതിന് മറുപടി പറയണമെങ്കിൽ തെളിവായിട്ട് പറയണം. മറ്റത് എളുപ്പം, അച്ഛനമ്മയ്ക്ക് വിളിക്കലൊക്കെ എളുപ്പം. അതുകൊണ്ടൊന്നും ഉത്തരവില്ല, തെളിവ് കൊണ്ട് പറയണം. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, ആധാരമായ രേഖകളുണ്ട്. കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. പൂച്ച പാലുടിക്കണ മാതിരി കണ്ണടച്ച് പാല് കുടിക്കേണ്ട ചരിത്ര ബോധമൊക്കെ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. കേരളത്തെ ഇത്ര കാലം മയക്കി കടത്തിയത് മതി. അതിന്റെ പരമകാഷ്ടയിലാണ് നിങ്ങൾക്ക് ഇത്തരം ഒരു ദുർവിചാരം തോന്നിയത്. പക്ഷേ CPMനോട് ക്ഷമിക്കാം, പൊറുക്കാം. എന്തുകൊണ്ട്? ആത്മഹത്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാപമല്ലല്ലോ. CPM ആത്മഹത്യയുടെ വഴിയിലാണ്. ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ആത്മഹത്യ അല്ല. ധൈര്യം വരുമോ ഗുരുദേവനെ കുരിശിൽ തറക്കാൻ, കയറ് കെട്ടി വരിക്കാൻ? 4 പതിറ്റാണ്ട് എതിർത്ത ശ്രീകൃഷ്ണ ജയന്തി നാണം കെട്ട് നടത്താൻ ആത്മഹത്യയിൽ പരം മറ്റെന്താ എന്താ പറയാനുള്ളത്? 4 പതിറ്റാണ്ടായിട്ട് ആദ്യം ബാലഗോകുലത്തെ എതിർത്തു. പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തിയോടല്ല കുഴപ്പം, ഈ കുട്ടികളെ റോട്ടിലിറക്കാനോടാണ് ഞങ്ങൾക്ക് ആക്ഷേപം. കുട്ടികളെ റോട്ടിലിറക്കാൻ ഇവരാര്? സഖാവ് ഒരു കണ്ണേ തുറന്നിരുന്നുള്ളൂ. നബിദിനത്തിന് ആയിരക്കണക്കിന് കുട്ടികൾ റോട്ടിലൂടെ ഘോഷയാത്ര നടത്തുമ്പോൾ സർക്കാരിന് സഖാവിനൊരു വിഷമം തോന്നിയിരുന്നില്ല. ഹിന്ദു കുട്ടികൾ റോട്ടിലിറക്കുമ്പോൾ സഹിക്കണില്ല. അതിലാണ് ഞങ്ങൾക്ക് കുഴപ്പം. റോട്ടിലിറക്കണോണ്ടാണ് കുഴപ്പം. അത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണോണ്ടായിരുന്നു കുഴപ്പം. പിന്നെ റോട്ടിലിറക്കണോണ്ടായിരുന്നു കുഴപ്പം. എന്ത് കുഴപ്പം പറഞ്ഞാലും സഖാക്കളുടെ കുടുംബത്തിൽ നിന്ന് അടക്കം ആളുകൾ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ പങ്കെടുക്കുമ്പോ ഇനി എന്ത് ചെയ്യാം? നമ്മൾ നിർത്തുക, വേറെ വഴിയൊന്നുമില്ല. 40 കൊല്ലം എതിർത്തത്, ഛർദിച്ചത് മുഴുവൻ ചില ജീവികൾ അകത്തൊക്കെ ആക്കുന്നത് കേട്ടിട്ടുണ്ട്. ഛർദിച്ചത് മാത്രമല്ല, എല്ലാ വിസർജനവും അകത്തൊക്കെ ആക്കുന്ന ചില ജീവികളുണ്ട്. അവരേതായാലും ഇനി ആള് കുറഞ്ഞാൽ അവര് CPMന്റെ കൊടി പിടിക്കുമായിരിക്കും. കാരണം അവരുടെ സ്വഭാവമല്ലേ കാണിക്കുന്നത്. ആള് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഈ വലിയ മാസതും നടത്തി ഇവരെയൊന്നും കൊന്നൊടുക്കണ്ടെന്ന് പറയുക. കാരണം അവരെയൊക്കെ ആവശ്യം ഉണ്ടാവും. നാളെ CPMന്റെ കൊടി പിടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഒരേ സ്വഭാവം കാണിക്കുന്നവര് അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ലോകം ഭാരതത്തിന്റെ ഒരൊറ്റ വിസിലിൽ ജൂൺ മാസം 21-ാം തീയതി യോഗ അനുഷ്ഠിച്ചപ്പോ CPMന്റെ നേതാവ് ട്വിറ്ററിൽ കുറിച്ചത് എന്താണെന്നറിയാമോ? സീതാറാം യെച്ചൂരി ട്വിറ്ററിൽ കുറിച്ചത് യോഗയെ പറ്റി. എന്ത് യോഗ? ഈ പട്ടിയോള് കിടന്നിറങ്ങിയോടത്ത് നീറ്റാൽ 2 കൈയും മുന്നോട്ടൊന്ന് നീട്ടും, 2 കാലും പുറകോട്ടൊന്ന് നീട്ടും, ദീർഘമായിട്ടൊന്ന് ശ്വസിക്കും. ഇത്രയൊക്കെ തന്നെയുള്ളൂ യോഗ. വർഗസ്നേഹവും ഒരു കുറ്റല്ല, സ്വവർഗസ്നേഹവും ഒരു കുറ്റല്ല. ആത്മഹത്യ പാപമല്ലാത്തതുപോലെ തന്നെ സ്വവർഗ സ്നേഹവും ഈ നാട്ടിൽ കുറ്റമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സീതാറാം യെച്ചൂരിയോട് പൊറുക്കാൻ നമുക്ക്. ഇതെല്ലാം എന്തുകൊണ്ട്? സനാതന ധർമ്മത്തെ നിന്ദിക്കാനുള്ള താല്പര്യം കൊണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും
നിങ്ങൾക്ക് നിങ്ങളുടെ സഖാക്കളെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. കൊല്ലം ജില്ലയില് 4 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ നബിദിന ഘോഷയാത്രകൾക്കും ഡിവൈഎഫ്ഐ പായസം വെച്ച് വിതരണം ചെയ്തു. ഇത് കണ്ട ആവേശം മൂത്ത ഡിവൈഎഫ്ഐക്കാര് 4 കൊല്ലം മുമ്പ് കൊല്ലം ശക്തികുളങ്ങരയ്ക്കടുത്ത് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര വരുമ്പോ പായസം വെച്ച് വിതരണം ചെയ്തു. നബിദിന ഘോഷയാത്ര വരുമ്പോ അവരെന്നും വിതരണം പായസം അല്ല ബിരിയാണി കൊടുക്കുന്നു. നബിദിന ഘോഷയാത്ര വരുമ്പോ ബിരിയാണി കൊടുക്കുന്നു. ഇത് കണ്ട ആവേശം മൂത്തിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര വന്നപ്പോ കുറച്ച് ഡിവൈഎഫ്ഐ സഖാക്കള് പായസം വെച്ചു കൊടുത്തു. പക്ഷേ പായസത്തിന് മതം ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ബിരിയാണി വെച്ചപ്പോ കുഴപ്പമില്ല, പായസം വെച്ച് വിതരണം ചെയ്തപ്പോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം അവരോട് വിശദീകരണം ചോദിച്ചു. നിങ്ങൾ എന്തിന് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് പായസം വെച്ചു കൊടുത്തു? അപ്പൊ ബിരിയാണി മതേതരവും പായസം വർഗീയവും ആണെന്ന് കൊല്ലം ജില്ലയിലെ ആ ഡിവൈഎഫ്ഐക്കാർ തിരിച്ചറിഞ്ഞപ്പോ അതോടുകൂടി അവർ വലിച്ചറിഞ്ഞു. ഇതാണ് മതേതരത്വം. എല്ലാത്തിനും മതമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരൂര് ഒരു സ്കൂളിൽ പോയി. ആ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ മൂത്രപ്പരയുടെ വെച്ചിട്ടുണ്ട്. മൂത്രപ്പരയുടെ മുമ്പിൽ ഒരു ചുമര് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെമായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ല. പണ്ടങ്ങനല്ല, സമാജം വികസിക്കാത്ത കാലത്ത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നല്ല, സർക്കാർ എഴുതിയിരിക്കുക. നല്ല അക്ഷരത്തിലെ ചുമര് മുഴുവൻ എഴുതിയിട്ടുണ്ട്. നിന്ന് വായിക്കണം. ഒരു വായുണ്ട്. എന്താ? പാലളി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഫണ്ട് പ്രകാരം അനുവദിച്ച പാലളി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ച ഫണ്ടിൽ നിന്ന് കെട്ടിയ മൂത്രപ്പുര. പാലളി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ച ഫണ്ടിൽ നിന്ന് കെട്ടിയ മൂത്രപ്പുര. ഇത്രയാണ് എഴുതിയത്. എന്താ പാലളി കമ്മീഷൻ? കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നത്തെ പറ്റിയാണ് പാലളി കമ്മീഷൻ പഠിച്ചത്. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഫണ്ട് ഇട്ടത്. അതിന്റെ പേരിൽ മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന സ്കൂളിൽ മൂത്രപ്പുര വന്നു. അപ്പൊ മൂത്രത്തിന് മതമുണ്ടോ? അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൂടുതൽ പഠിക്കുന്ന സ്കൂളിൽ മൂത്രപ്പുര വന്നപ്പോ ബാക്കി കുട്ടികളെന്തോടെ റോട്ടിലിരുന്ന് മൂത്രം ഒഴിക്കണം? അവർക്ക് മാനാഭിമാനമൊന്നുമില്ല. വെണ്ടയ്ക്കലം എഴുതിക്കും. മതേതരത്വമൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ പോകണം. ഞങ്ങാടിലെ പ്രസംഗമൊന്നും കേട്ടാൽ മതേതരത്വം അറിയില്ല. നമ്മളങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയാലാണ് ഓരോ രംഗത്തും ഏത് പ്രഭാഷണത്തെക്കാൾ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുക. അപ്പൊ പാലളി കമ്മീഷൻ ഇവിടുത്തെ ഒരു സഖാവാണ് പഠിച്ചത്. മുസ്ലിങ്ങളുടെ പ്രശ്നം, അതിന് മൂത്രം ഇറക്കാനുള്ള പ്രശ്നം പഠിച്ചിട്ടാണ് മൂത്രപ്പേര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചത്. അപ്പൊ മൂത്രത്തിന് മതം, ബിരിയാണിക്ക് എല്ലാറ്റിനും, തൊട്ട എല്ലാറ്റിനും മതം. പക്ഷെ ഹിന്ദുക്കൾക്ക് മാത്രം മതം പറയാൻ പാടില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മതമുണ്ട്. ഹിന്ദുവിനെ ഒന്നും ആചാര്യന്മാർക്ക് പോലും മതം ചിന്തിക്കാൻ പാടില്ല. ഇതാണ് അവിടെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും ശ്രീകൃഷ്ണ ജയന്തിയെ ന്യായീകരിക്കാൻ, നിങ്ങൾ നടത്തിയ കോപ്രായത്തിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഈ ജമ്മു ഒന്നും പോരാ. കഴിഞ്ഞ കൊല്ലം ആലത്തൂര് നടത്തി, കണ്ണൂർ ജില്ലയിലെ ചില സ്ഥലത്ത് നടത്തി. അവിടെ രസമായിരുന്നു. ആലത്തൂര് ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു നടത്തുന്ന സമയത്ത്. എന്താ ഫ്ലക്സ് ബോർഡ്? സവർണ ഫാസിസ്റ്റ് മൂരാച്ചിയായ കംസന്റെ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെ അവർണന്റെ കലാപക്കൊടി ഉയർത്തിയ സഖാവ് കൃഷ്ണന്റെ ജന്മദിനത്തിന് ആശംസകൾ. ഈ പൊട്ടന്മാര് മറന്നൊരു കാര്യം, ഈ കംസനും കൃഷ്ണനും അമ്മാനും മരുവനുമാണ് എന്നുള്ളത്. കംസൻ സവർണനാണെങ്കിൽ കൃഷ്ണൻ അവർണനാവണത് എങ്ങനെയാ? സവർണ ഫാസിസ്റ്റ് മൂരാച്ചി എന്നൊക്കെ എഴുതി ഇപ്പോഴത്തെ അവർണന്റെ കലാപം ഉയർത്തിയ കാരണം കൃഷ്ണൻ കറുത്തിട്ടാന്ന് കണ്ടിരുന്നല്ലോ. അപ്പൊ അവർണൻ ഇങ്ങനെയാണ് ആളെ കാണിക്കുന്നത്. ഇവിടെ വരെ എഴുതുന്നത് അവർണനെ ഞങ്ങള് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് അവർണന്മാർ ഉയരുന്നില്ല, ഇവിടെ ഞങ്ങളുള്ളത് കൊണ്ട് അവർണന്മാർ ഉയർന്നു എന്ന്. അപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന ബംഗാളികളൊക്കെ നമ്പൂരിയാരാവൂല്ലേ? ഒരു ഗതി പരഗതി ഇല്ലാണ്ട് ഇവിടെ വരുന്ന ബംഗാളികളൊക്കെ മിനിമം നമ്പൂതിരിമാരെങ്കിലും ആവും. കാരണം അവിടുത്തെ അവർണന്മാരൊക്കെ ഉയർന്നു പോയില്ലേ? അവർണന്മാർക്ക് ഒരു പ്രശ്നമില്ല. ഈ വരുന്നവരൊക്കെ ഒന്ന് പിടിച്ച് ജാതി ചോദിച്ചു നോക്കും, മിക്കവാറും നമ്പൂതിരിയാ. വലിയ കുറഞ്ഞ ഒന്ന് ബ്രാഹ്മണന് കുറഞ്ഞ ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം താഴെയുള്ളവരെ മുഴുവൻ CPM ഭരിച്ച ബംഗാളിൽ അങ്ങോട്ട് ഉയർത്തുകയായിരുന്നില്ലേ? കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്നവരോട് ചോദിക്കട്ടെ, ബംഗാളിന്റെ ഉൾഭാഗങ്ങളിൽ എന്ത് മാറ്റം നിങ്ങൾക്ക് വരുത്താൻ സാധിച്ചു? ഹൈന്ദവ സമൂഹത്തിൽ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളല്ല മാറ്റിയത്. ബലിയടക്കമുള്ള ബലികർമ്മങ്ങൾ അടക്കം അനുഷ്ഠിച്ചിരുന്ന ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ദൈവസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, കാവുകൾ ഉണ്ടായിരുന്നു, കോഴിയറവും ആടറവും ഒക്കെ നടത്തിയിരുന്നുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവർ വേദത്തിന്റെ വെളിച്ചം സമാജത്തിലേക്ക് കടത്തിവിട്ടപ്പോഴാണ് അത്തരം ആരാധനകൾ നമ്മൾ ഉപേക്ഷിച്ചത്. ഇതല്ല ഹിന്ദുത്വം എന്ന് നമ്മളെ പഠിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവർ കമ്മ്യൂണിസ്റ്റുകാരനല്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ ദീർഘകാലം ഭരിച്ച ബംഗാളില് കാളിഘട്ടില് ഇപ്പോഴും ആടിനെ കൊന്ന് ബലി നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആടിനെ കൊന്ന് ബലി നടത്തുന്ന ക്ഷേത്രങ്ങൾ. അവിടെ നവോത്ഥാനം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനല്ല നവോത്ഥാനം നടത്തിയത്. ഇവിടെ നവോത്ഥാനം നടത്തിയത് നടത്താൻ അവകാശപ്പെട്ടവർ ഹൈന്ദവ ആചാര്യന്മാർ. അവർ ഹിന്ദുക്കളെ ഹിന്ദുത്വത്തിൽ നിന്ന് അകറ്റിയിട്ടല്ല നടത്തിയത്. യഥാർത്ഥ ഹിന്ദുത്വത്തിന്റെ തെളിച്ചവും വെളിച്ചവും നമ്മളിലേക്ക് പകർന്നു തന്ന് വേദങ്ങളിലും ഉപനിഷത്തുകളിലുമുള്ള സത്യങ്ങൾ എടുത്താണ് നമുക്ക് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിന്റെ പേരുച്ചരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ഉത്തമം. കൊല്ലാവൃതം ഉത്തമം. ഒരു ജീവികളെയും കൊല്ലരുത്, അതാണ് ഏറ്റവും ഉത്തമം. കൊല്ലാഞ്ഞാ പോരാ, തിന്നരുത്. കൊല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലല്ല കൊന്നാ പാപം തിന്നാ പോകുന്നല്ല പഠിപ്പിച്ചത്. കൊല്ലാതിരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ വ്രതം മാംസാഹാരം ഉപേക്ഷിക്കുന്നതിലാകട്ടെ. ഇത് പറഞ്ഞ ഗുരുദേവന്റെ പേരുച്ചരിക്കാൻ 1500 സ്ഥലങ്ങളിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരന് എന്താ അവകാശം? കൊല്ലാവൃതം ഉത്തമം, ഉണ്ണാവൃതം അതിലും ഉത്തമം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പേരുച്ചരിക്കാൻ അവകാശമുണ്ടോ? ശ്രീകൃഷ്ണ കോളേജിൽ അടക്കം 1500 സ്ഥലത്താണ് ഗോമാംസം വെച്ച് വിളമ്പി കൊടുത്തത്. സഹിക്കുമോ മലയാളി? ഇവിടുത്തെ മനസ്സ്, സാംസ്കാരിക മനസ്സ്, ആധ്യാത്മിക മനസ്സ് മറ്റെന്തിനോടും പൊറുക്കും. പക്ഷെ ഇത് പൊറുക്കാൻ കഴിയില്ല. ശ്രീ ഗുരുവായൂരപ്പന്റെ കോളേജിൽ വരെ തെമ്മാടിത്തരം നടത്തി, എന്നിട്ടും ഗുരുദേവന്റെ പേരുച്ചരിക്കുന്നുവോ? ഗുരുദേവനെ ഇത്തരത്തിൽ അപമാനിക്കുന്നുവോ? ബാലഗോകുലമാണ് പ്രശ്നം. ഇതിനൊക്കെ കാരണം ബാലഗോകുലമാണ്. ഓണാഘോഷിച്ചത് കള്ളം കടന്നതിന്റെ 7ാം ദിവസം നിലയും വെളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. 10ാം ദിവസം നിലയും വെളിയും കൂട്ടുന്ന സഖാക്കളെ ആദ്യം കാണുക. ഓണം തിരുവോണമായിരുന്നു, ചിങ്ങമാസത്തിലെ തിരുവോണം. തിരുവോണം കഴിഞ്ഞ അവിട്ടം, ചതയം, പൂരട്ടാതി, ഉത്തരട്ടാതി, രേവതിയും കഴിഞ്ഞിട്ട് പിറ്റത്തെ നാളിൽ രോഹിണിയുടെ അന്ന ഓണാഘോഷം നടത്തുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, അഷ്ടമി രോഹിണിയാണല്ലോ ശ്രീശയന്തി. അപ്പൊ തിരുവോണം കഴിഞ്ഞ് പിറ്റത്തെ സെറ്റില് രോഹിണി നാളിൽ പോയി ഓണാഘോഷം നടത്തണവരെ ഞങ്ങൾ ആരും പരാജയപ്പെടുന്നത്. പണ്ടൊക്കെ നമുക്ക് ഈ ജാതികളെയൊക്കെ പറ്റി പറയാനുള്ളത് അതൊരു തമാശയാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് ഈ ആശാരി ഓണം കഴിച്ച മാതിരി. കാര്യം എന്താന്ന് പറഞ്ഞാൽ ആശാരിക്ക് കർക്കിടക മാസം മുഴുവൻ പട്ടിണിയായിരുന്നു, ഒറ്റ പണിയും കിട്ടിയില്ല. ഓണം ചിങ്ങത്തിൽ ആദ്യത്തിൽ വന്നു, നടത്താൻ ഒരു നിവൃത്തിയില്ല. കന്നീട് 10 പണി കിട്ടി. അപ്പൊ എന്താ കാട്ടിയ? കന്നീട് തിരുവോണം ആഘോഷിച്ചു, കയ്യിൽ കാശിലപ്പോ തിരുവോണം ആഘോഷിക്കാൻ തന്നു. അപ്പൊ അതിൽ നിന്നൊരു ചൊല്ല് വന്നു, ആശാരി ഓണം ആഘോഷിച്ച പോലെ. ഇനി അത് വിടാൻ നമുക്ക്, ഇനി കമ്മ്യൂണിസ്റ്റുകാരൻ ഓണം ആഘോഷിച്ച മാതിരി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഓണം എവിടെയോ കഴിഞ്ഞു, ഓണം എവിടെയോ കഴിച്ച് കുറെ ഇപ്പുറത്ത് വന്നിട്ട് ഓണം നടത്തുമ്പോ ഇനി നമുക്ക് പറയാം കമ്മ്യൂണിസ്റ്റുകാരൻ ഓണം ആശാരിക്കുന്ന നിവൃത്തിയില്ല. കാരണം പണിയില്ല, പട്ടിണിയും പരിവട്ടമായപ്പോഴാണ് കന്നിമാസത്തിലെ തിരുവോണം ആഘോഷിച്ചാലും തീരുമാനിച്ചത്. ഇതല്ല, ഇത് തെമ്മാടിത്തരത്തിന്റെ ഊക്കമുണ്ട്. പിന്നെ നമുക്ക് പഴഞ്ചൊല്ലുകൾ പുതുക്കാം. കമ്മ്യൂണിസ്റ്റുകാരൻ ഓണം ആഘോഷിച്ച പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ മനസ്സിലാകും, അല്ലെങ്കിൽ എളുപ്പം കൂടുതൽ സന്ദേശം നമ്മളിലേക്ക് മനസ്സിലാകും. അപ്പോ ബാലഗോകുലമാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നെങ്കിൽ എന്തിന്? ഇത് ഓരോ ഹിന്ദുവും ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിന് ബാലഗോകുലത്തിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിക്കും? 100% മുസ്ലിം കുട്ടികളും മറ്റേ മദ്രസകളിൽ പോകുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇതുവരെ ഒരു അലർജി ഉണ്ടായിട്ടില്ലല്ലോ. അതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? 100% മുസ്ലിം കുട്ടികളും മതം പഠിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിക്കുകയായിരുന്നു. 100% ക്രിസ്ത്യൻ കുട്ടികളും സൺഡേ സ്കൂളിൽ പോകുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കുഴപ്പമില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കുഴപ്പമില്ല. ഹിന്ദു ബാലഗോകുലം തുടങ്ങുമായിരുന്നില്ല. പരിവാർ സംഘടനകളൊന്നും നമ്മൾ തുടങ്ങണതല്ല, അവതാരങ്ങളെ പോലെ അങ്ങ് സംഭവിച്ചു പോണതാ. സമാജത്തിൽ ബാലഗോകുലം എന്ന പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളടക്കം കയറിയിരുന്ന് ഭരിക്കുന്ന ദേവസ്വം ബോർഡുകള് ഹൈന്ദവ സമൂഹത്തിൽ ഒരു നാമമെങ്കിലും ചൊല്ലാൻ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അവന്റെ ബേസിക്കായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ക്ഷേത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ അനുവദിച്ചിരുന്നുവെങ്കിൽ ബാലഗോകുലം എന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. മുസ്ലിമിന് അവന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് മദ്രസകൾ നടത്താൻ പോരാ. മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കോടികൾ വരുന്നു, കോടികൾ മതം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ആവശ്യമായിരിക്കാം. ആ ഫണ്ട് കേരളത്തിലും എത്തുന്നു. സയൻസും സാമൂഹ്യ പാഠവും കണക്കും പഠിപ്പിക്കാൻ മദ്രസകൾക്ക് 2013 76 കോടി രൂപ എഴുതിയെടുത്തു. സയൻസും സാമൂഹ്യ പാഠവും കണക്കും പഠിപ്പിക്കാൻ മദ്രസകളിൽ പഠിപ്പിക്കാൻ 76 കോടി രൂപ കേന്ദ്ര ഫണ്ട് എഴുതിയെടുത്തു. ഇവിടുത്തെ എത്ര മദ്രസകളിൽ സയൻസും സാമൂഹ്യ പാഠവും കണക്കും പഠിപ്പിക്കുന്നുണ്ട്? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അധ്യാപകന് 12,000 രൂപ വീതം ശമ്പളം കൊടുക്കാനുള്ള പൈസയാണത്. ഒരു ഗ്രാജുവേറ്റ് അധ്യാപകന് 6,000 രൂപ വീതം ശമ്പളം കൊടുക്കാനുള്ള പൈസയാണത്. അത് ഇന്നും വിദ്യാലയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക സമൂഹമുള്ള സ്ഥലങ്ങളിലാണ്. കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് പഞ്ഞുമില്ല. ഇവിടെ മദ്രസയിൽ പോയിട്ടോ അല്ലെങ്കിൽ മതപാഠശാലയിൽ പോയിട്ടോ സ്കൂളിലത്തെ കാര്യം പഠിക്കേണ്ട. ഇവിടെ സ്കൂളുകൾ ഇഷ്ടം പോലെ ഏപ്രിൽ മെയ് ആയ ഞങ്ങളൊക്കെ പിള്ളേരെ പിടുത്തക്കാരന്മാരെ നടക്കുക ടീച്ചർമാര്. കാരണം ജോലി ഉറപ്പിക്കണ്ടേ. അതുകൊണ്ട് ഒരു കുട്ടിയെ കണ്ടാൽ കുട്ടിയുടെ പിന്നാലെ ചാക്കുടുത്ത് പോകും കുട്ടിയെ കയറ്റാൻ വേണ്ടിയിട്ട്. സ്കൂളുകളാണ് അധികം, കുട്ടികൾ കുറവാണ്. അവിടെ എന്തിന് മദ്രസകളിൽ ഇത് പഠിപ്പിക്കാൻ ഇവിടെ 76 കോടി രൂപ എഴുതിയെടുത്തു? അത് ഓഡിറ്റ് വരുമെന്ന് ജീവനക്കാർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് അവർ 14 പാസ്സാക്കിയിട്ടില്ല. പക്ഷെ 14 പാസ്സാക്കാൻ കേരള വിദ്യാഭ്യാസ മന്ത്രി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു DPI ഓഫീസില്. അതിനു മുമ്പ് ഈ 76 കോടി രൂപ എവിടെ പോയി? ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലോടൊപ്പം വരളി പിടിച്ചു പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങളല്ലേ ഇവിടുത്തെ പ്രതിപക്ഷം? ഒരു മദ്രസ
ഒറ്റ വർഷത്തെ പറഞ്ഞ 13-ന്, ഒരൊറ്റ വർഷത്തെ. ഇത് കഴിഞ്ഞ 5 വർഷമായി തുടരുകയാണ്. ഒരു മദ്രസയിൽ പോലും സയൻസോ സാമൂഹ്യ പാഠമോ കണക്കോ പഠിപ്പിക്കുന്നില്ല എങ്കിലും ഓരോ വർഷവും ഈ കണക്കിന് 75-76 കോടി രൂപ എഴുതിയെടുക്കുന്നു. ഏതിലെ പോകുന്നു? ശ്രീകൃഷ്ണ ജയന്തിയുടെ പുറകെ, ബാലഗോകുലത്തിന്റെ പുറകെ. യുദ്ധം പ്രഖ്യാപിച്ച് ഓടിയവർ അന്വേഷിക്കണമായിരുന്നു. അപ്പോ ഹിന്ദു ഒരു സഹായം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. സ്വന്തമായി നമ്മൾ തന്നെ ആസൂത്രണം ചെയ്തത് ഹൈന്ദവ സമൂഹത്തെ അല്പസ്വല്പം മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അത്തരം ഒരു പ്രസ്ഥാനമാണ് ബാലഗോകുലം. അപ്പൊ അടുത്ത ചോദ്യം വരും, അത് സംഘപരിവാറിന്റെ അംഗമല്ലേ? ആണ്. ബാലഗോകുലം സംഘപരിവാറിന്റെ അംഗമാണ്. സംഘപരിവാർ പറഞ്ഞാൽ നിങ്ങൾക്ക് 3 അറിയുള്ളൂ എന്നേ ഉള്ളൂ. RSS, BJP, ഇപ്പൊ ബാലഗോകുലം പറഞ്ഞു. ഇതൊന്നുമല്ല, കേരളത്തിൽ തന്നെ 10-50 സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലത് നിങ്ങൾ നോക്കിയാൽ കണ്ടെത്താനും പറ്റില്ല. കാരണം നിങ്ങൾക്ക് സമൂഹത്തെ അറിയില്ലല്ലോ, സമൂഹത്തിന്റെ മനസ്സും അറിയില്ല. അപ്പോ സംഘപരിവാറിലെ അംഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബാലഗോകുലത്തിനെതിരെ പ്രഖ്യാപിക്കുന്നത്. കാരണം ഇത് ക്യാച്ച് ദം യങ്. RSSലേക്കും BJPയിലേക്കും ഒക്കെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രമാണ് ബാലഗോകുലം. കാരണം ബാലഗോകുലത്തിന്റെ വേദികളിൽ ചെല്ലുന്നവർ BJPക്കാരാണ്, ബാലഗോകുലത്തിന്റെ വേദികളിൽ ചെല്ലുന്നവർ RSSകാരാണ്, ചെല്ലുന്നവർ ഹിന്ദു ഐക്യവേദിക്കാരാണ്. ഇനി പരം തെളിവ് വേണോ? ജയരാജന്മാര് കയറിയിരുന്ന് ചോദിക്കുകയാണ്, ഏത് ജയരാജനാണ് എനിക്കറിയില്ല, അവിടെ 3 യമരാജന്മാരുണ്ട്, ഇതിൽ ഏതാണെന്ന് ചോദിച്ചു. അതില് ഒരാൾ വേദിയിൽ കയറിയിരുന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ബാലഗോകുലത്തിന് സംഘപരിവാറുമായി ബന്ധമില്ലാന്ന്? ഇതാ കണ്ണൂര് തീവ്ര വർഗീയവാദിയായ ശശികലയാണ് ബാലഗോകുലത്തിന്റെ വേദിയിൽ വന്നെന്ന് സംസാരിക്കണം. ഞാൻ പിച്ച വെച്ചത് ബാലഗോകുലത്തിലാണ്, ഞാൻ പിച്ച വെച്ചത് ബാലഗോകുലത്തിലാണ്. അത് ജയരാജന്മാർക്ക് അറിയാത്ത മറ്റൊരു സത്യം. പിച്ച വെച്ച് വളർന്നത് ബാലഗോകുലത്തിലാണ്. ഹൈന്ദവ ധർമ്മം പഠിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. അതിന്റെ അഭിമാനം ഇന്നും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കണോ? അതുകൊണ്ട് വർഗീയത ഉണ്ട് എന്നാണ് ബാലഗോകുലം. ഹിന്ദുവിന്റെ പ്രസ്ഥാനത്തിന് തന്നെ ഹിന്ദുത്വം ഇല്ലാതിരിക്കുക. ഹിന്ദുത്വം പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന പ്രസ്ഥാനത്തിന് ഹിന്ദുത്വം വേണ്ട. അപ്പൊ BJPയും RSS ഒക്കെ ചെല്ലുന്നു, അവരുമായി ബന്ധമുണ്ട്, അവരുടെ കീഴിലാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ മറ്റെന്താ നിങ്ങളുടെ ആരോപണം ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു. ഞങ്ങൾ സംഘപരിവാറിൽ നിന്ന് തള്ളുന്നൊന്നുമില്ല ബാലഗോകുലത്തെ, സംഘപരിവാറിൽ തന്നെയാണ്. സംഘപരിവാറിൽ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനാ കാത്തിരുന്ന്? കഴിഞ്ഞ 4 പതിറ്റാണ്ടിന് മുമ്പ് വരെ ഹരി എന്നൊരു അക്ഷരം അറിയാത്ത ഇവിടുത്തെ ഹിന്ദുവിനെ ചോദ്യം ചോദിച്ചും ഇതര മത ആശയങ്ങൾ കുത്തിച്ചെലുത്തിയും ഇന്നത്തെ യുവാക്കളെ മതം മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ഹിന്ദു ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ്. ഇവിടുത്തെ മുസ്ലിമും ക്രിസ്ത്യാനിയും അവരെങ്ങനെ ഇഷ്ടം പോലെ മതം മാറ്റിക്കൊണ്ടപ്പോൾ നിങ്ങൾ ആനന്ദിക്കുകയായിരുന്നു. ഇവിടുത്തെ ദേവസ്വം ബോർഡുകൾ എങ്കിലും ശ്രമിച്ചിരുന്നുവെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല ബാലഗോകുലം എന്ന പ്രസ്ഥാനം. സാധിക്കുമോ നിങ്ങൾക്ക്? അപ്പോ ഇത് BJP RSS ബന്ധം ആരോപിക്കുന്നെങ്കിൽ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ മദ്രസകൾ ആര് നടത്തണം? കേരളത്തിലെ മദ്രസകളിൽ 70% മദ്രസകളും സമസ്തയുടെ കീഴിലുള്ളതാണ്. സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. മുസ്ലിം ലീഗ് UDFിലെ പ്രമുഖ കക്ഷിയാണ്. അപ്പൊ രാഷ്ട്രീയ ലീഗ് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളാണ്. എന്തേ പാരലായിട്ട് നബിദിന ഘോഷയാത്ര നടത്താത്തത്? അപ്പൊ പറയുന്നു ഗണേശോത്സവം ബാലഗോകുലം മറ്റേ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ നടത്തിയതെന്താ? കണ്ണൂര് കുറച്ച് BJPക്കാർ ഞങ്ങളുടെ കൂടെ വന്നു, അപ്പൊ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നടത്തിയതാ. തിരിച്ചു ചോദിക്കട്ടെ, നാളെ കുറച്ച് മുസ്ലിം ലീഗുകാർ നിങ്ങളുടെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നബിദിന ഘോഷയാത്ര സംഘടിപ്പിക്കുമോ? കുറച്ച് എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, 1, 2, 3, 4 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. നാളെ മുസ്ലിം ലീഗിൽ നിന്ന് 4 ആൾ വന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ നബിദിന ഘോഷയാത്ര നടത്തുമോ? കേരളത്തില് കേരള കോൺഗ്രസ് 2 ആൾ വന്നു, നിങ്ങൾ റാസ വേറെ നടത്തുമോ? അവിടെ നിങ്ങൾ ഒപ്പം നിൽക്കും. അമ്പലത്തിന്റെ നെഞ്ഞത്ത് കൂടി തന്നെ നടത്തിക്കോളാൻ പറഞ്ഞത് അറിയാലോ, മൂർഖനാട് നമുക്ക് നടന്നത്. അമ്പലത്തിന്റെ നെഞ്ഞത്ത് കൂടി തന്നെ നടത്തിക്കോളാൻ പറഞ്ഞ എല്ലാ രാഷ്ട്രീയക്കാരനും കൂട്ടുണ്ടാകും. അവിടെ പാരലായിട്ടൊന്നും നടത്തണ്ട. അവിടെ എന്താണോ ചെയ്യുന്നത് അതിനപ്പുറം ഉണ്ടാകും. ഒരു മതത്തിനും എതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, ഒരു മതത്തിന്റെയും സ്ഥലത്ത് കൂടി കയറിയിട്ടില്ല, ഒരു ആരാധനാലയത്തിനെതിരെയും അരുതാത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. 4 പതിറ്റാണ്ടായി ബാലഗോകുലം എന്ന പ്രസ്ഥാനം ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത് അങ്ങനെയാണ്. ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം പാടിക്കൊണ്ട്, ഈശ്വര നാമങ്ങൾ ജപിച്ചുകൊണ്ട്, എന്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകണം, കൃഷ്ണാട്ടത്തിന് പോയാ പോരാ കൃഷ്ണൻ തന്നെ കെട്ടണം എന്ന മനസ്സിലെ പ്രാർത്ഥന കൃഷ്ണരൂപങ്ങൾ സ്വന്തം മക്കളിൽ കണ്ട് അവരെ രാധമാരാക്കി ഗോപികമാരാക്കി ഒരു സമൂഹം ആനന്ദിക്കുമ്പോൾ നിങ്ങൾ അതിനെ അപമാനിക്കുകയായിരുന്നു. നിങ്ങളുടെ കുടുംബങ്ങളില് സ്ത്രീകളും കുട്ടികളും പോകാതിരിക്കാൻ നിങ്ങൾ വാതിലുകൾ പൂട്ടിയിടായിരുന്നു പല സ്ഥലത്തും. കാരണം പൂട്ടിയിട്ടില്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോവും. ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം പാടി അവർ ശോഭായാത്രയിൽ കൂടെ എത്തും. അങ്ങനെ
അപമാനിച്ച് മതിയാകാതെയാണ് ഈ വർഷം ഇത്തരത്തിലെത്തിയത്. അവിടെ ദൈവം പണി കൊടുത്തു, ഉറപ്പാ, ദൈവം പണി കൊടുത്തു. അതാണ് ഇപ്പൊ എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ ശ്രീനാരായണ ഗുരുദേവനെ കുരിശി തറയ്ക്കാൻ കണ്ട വേദി. ഇപ്പൊക്കെ പാടത്ത് കൊയ്ത വരമ്പത്ത് കൂലിയ, പാടത്ത് കൊയ്ത വരമ്പത്ത് കൂലിയ. ശ്രീകൃഷ്ണ കോളേജിൽ ഗോമാംസം വെച്ച് വിളമ്പിയപ്പോ ഗോപാലകൃഷ്ണൻ ഒന്ന് നിരൂപിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ പണി കൊടുക്കാന്ന് കിട്ടിയത് തിരുവനന്തപുരം CET കോളേജിൽ. ഓണാഘോഷം ചെകുത്താന്മാരാണല്ലോ വിളയാടിയിരുന്നത് തിരുവനന്തപുരത്ത്. യഥാർത്ഥ സത്യം അറിഞ്ഞു അവിടുത്തെ SFIക്കാരുടെ യഥാർത്ഥ മുഖം എന്താന്ന് ലോകം അറിഞ്ഞ അവിടെ ഒരു അപകടം, ഒരു പാവം കുട്ട ജീവൻ പോയി, ശരിയാണ്. പക്ഷെ ലോകം അറിഞ്ഞ അവിടുത്തെ SFI തെമ്മാടികളുടെ യഥാർത്ഥ രൂപം എന്താന്ന്, അവരിൽ ഈശ്വരത്വം അല്പം പോലും ഇല്ല, വെറും ചെകുത്താന്മാരാണെന്ന് ഭഗവാൻ കാണിച്ചു തന്നതാണ്. ആ ഉള്ളറകളൊക്കെ കാണിച്ചു തന്നതാണ്. അപ്പോ ഗുരുവായൂരപ്പനെ കോളേജിൽ കൊടുക്കുമ്പോ ഗുരുവായൂരപ്പൻ ചിലത് വെച്ചിട്ടുണ്ട്, ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഒഴുത്തി പിടിച്ചോളാം. അതേപോലെ തന്നെ ഗുരുവിന്റെ നമുക്കറിയാം, ദൈവത്തിനോട് തെറ്റ് ചെയ്താൽ പരിഹാരം ഗുരു പറഞ്ഞിരുന്നു. ദൈവത്തിനോടൊരു തെറ്റ് പറ്റി, പ്രായശ്ചിത്തം എന്താ, പരിഹാരം എന്താ, ഗുരു പറഞ്ഞുതരും. പക്ഷേ ഗുരുവിനോടൊരു തെറ്റ് ചെയ്താൽ അതിന് പരിഹാരമില്ല, പ്രായശ്ചിത്തമില്ല. ദൈവത്തോട് പോലും തെറ്റ് ചെയ്താൽ പരിഹാരവും പ്രായശ്ചിത്തവും ഉണ്ട്. പക്ഷെ ഗുരുവിനോട് തെറ്റ് ചെയ്താൽ പരിഹാരമില്ല, പ്രായശ്ചിത്തമില്ല. ആ നിലയിലേക്കാണ് ഇപ്പൊ എത്തിയത്. ഉടനെ വീണടത്ത് കിടന്ന് ഉരുളാൻ CPM-നെ കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുകളുള്ളൂ, അല്ലെ? ഇത് വാർത്തയായപ്പോൾ, കാരണം ഹിന്ദുവിന്റെ നെഞ്ച്, ഹിന്ദുവല്ല ഇവിടുത്തെ മുഴുവൻ ഈ സംസ്കാരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ഉള്ളു കത്തി, ഇത് എങ്ങനെ സാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്നുള്ളത്. ഉടനെ ഒരു ഗുരുദേവ പ്രതിമ, കണ്ണൂർ നാരങ്ങാനത്ത് പ്രതിമ എന്നൊന്നും എന്നെ പറയല്ലേ, കൈ പോയി കിടക്കുന്നു. RSSകാരൻ പ്രതിമ തല്ലി പൊട്ടിച്ചു. RSSകാരൻ ഗുരുദേവൻ എപ്പോഴും ചോദിച്ചു, ഗുരുദേവന്റെ പ്രതിമ RSSകാരൻ തകർത്തപ്പോൾ നിങ്ങൾക്ക് എന്തേ ചോദിക്കാനില്ലാത്തത്? ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ ഗുരുദേവ പ്രതിമകൾ വെക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എത്ര ഗുരുദേവ പ്രതിമകൾ കേരളത്തിലുണ്ട്? ഇതിൽ ഇതുവരെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുദേവ പ്രതിമയ്ക്ക് നേരെ അനാദരവായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും? ഗുരുദേവൻ നമ്മുടേതാണ്. ഇനി വേറൊരു ചോദ്യമുണ്ട്, ഈ പ്രതിമ ഏത് ഗുരുമന്ദിരത്തിലായിരുന്നു? അവിടെ കണ്ണൂർ നാരങ്ങാനത്ത് കിടന്ന ആ പ്രതിമ ഏത് ഗുരുമന്ദിരത്തിലായിരുന്നു? ആര് പ്രതിഷ്ഠിച്ചതായിരുന്നു? അത് CPM-ന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുള്ള, കാരണം ഇതുപോലെ കാണിച്ചൊരു പ്ലോട്ടിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി മൂലയ്ക്ക് തള്ളിയിട്ടുള്ള ഒരു സാധനം. അപ്പൊ നമ്മുടെ ശ്രീകൃഷ്ണയ്ക്ക് ഒരുപാട് പ്രതിമകൾ ഉണ്ടാക്കി, കാളിയവർദ്ധനം ഉണ്ടാക്കി, ഗരുഡനെ ഉണ്ടാക്കി, ഹിരണ്യകശിപു എല്ലാം, മറ്റേ നരസിംഹത്തെ ഉണ്ടാക്കി. ഇതൊന്നും നമ്മൾ വെച്ച് പൂജിക്കണില്ല. അതാ അപ്പൊ ആ പ്ലോട്ട് ഒരു കലാപരമായ ഒരു മികവിന് വേണ്ടി എടുക്കുന്നു. അത് കഴിഞ്ഞാൽ എവിടെ ചെടും? അങ്ങനെ ഓഫീസിന്റെ ഉള്ളിൽ കൊണ്ടുപോയി തട്ടിയ ഗുരുപ്രതിമ. അവിടുത്തെ വാതില് സ്ക്രൂ അഴിച്ചിളക്കിയെടുത്തു. എന്തൊരു സ്നേഹം! വാതില് പൊളിച്ചിട്ടില്ല. ഇനി എതും പോട്ടെ, CPM-ന്റെ ഓഫീസിലെ താടിക്കാരന്മാരുടെ ഫോട്ടോകൾ അങ്ങനെ നിരന്നിരിക്കുക. ഒരൊറ്റ താടിക്കാരന്റെ ഫോട്ടോ നമ്മൾ തൊട്ടിട്ടില്ല RSSകാരൻ. അപ്പൊ വന്നു RSSകാരൻ കമ്മ്യൂണിസ്റ്റ് ആയി. എല്ലാ താടിക്കാരന്മാരും നിരന്നിരിക്കുക. ഒരു താടിക്കാരന്റെ ഫോട്ടോ ഒന്ന് അവിടുന്ന് ഇളക്കിയെടുത്തൊന്ന് സമാധാനമുണ്ട്. ഓരോ താടിക്കാരനും ഒരു കുഴപ്പവും പറ്റിയില്ല. ഈ പ്രതിമ മാത്രം കൈ പൊളിച്ച് പുറത്തു കൊണ്ടുപോയിട്ടു. ഉടനെ നിലവിളിക്കാൻ തുടങ്ങി. അത് ആ നിലവിളി കേട്ടപ്പോ എനിക്ക് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, നമ്മുടെ ധനകാര്യമന്ത്രി, വൈദ്യുത മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരു ശിവദാസ മേനോൻ, അറിയാമല്ലോ നമുക്ക്, സഖാവ് ശിവദാസ മേനോൻ, മണ്ണാർക്കാട് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു പ്രസംഗ കലയിൽ വളരെ ജനങ്ങളെ പിടിച്ചെടുത്താൻ കഴിയും അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ എന്റെ വീടിന്റെ അടുത്താണ് സംസാരിക്കുന്നത്, ഞാൻ അവിടെ നിന്ന് കേൾക്കുക. അപ്പൊ അദ്ദേഹം അതിൽ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞ, പറഞ്ഞ ഉദാഹരണം കുട്ടിക്കാലായതുകൊണ്ട് എന്നെ മനസ്സിലത് എന്തിന്റെ പേരിലാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പക്ഷെ പറഞ്ഞ കഥ എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞ കഥ എന്തായിരുന്നു അറിയാമോ? ഒരു കാർമാർക്ക്, പണ്ട് തറവാടും കാർമാരും ഒക്കെ ഉള്ള കാലത്ത് കല്ലേ പുലർക്കാനുള്ള ആജ്ഞ പുറപ്പെടുവിക്കാൻ കാർമാർക്ക് അധികാരമുണ്ട്. ആ കാർമാർക്ക് വയറിന് അസുഖം പിടിച്ചു. ഈ വയറിന് അസുഖം പിടിക്കുമ്പോ കാർമാരെന്ന് അനന്തരപ്പാടൊന്നുമില്ലല്ലോ, അത് ഏത് കേമനും വരും വയറിന് അസുഖം. വയറിന് അസുഖം വന്നു മാത്രമല്ല, നമുക്കറിയാലോ, വന്ന വെട്ടിതെടുക്കാൻ വേറെ പലതും തടുക്കാൻ പറ്റില്ല എന്നാണ്. അറിയാണ്ട് അദ്ദേഹം അറിയാതെ അടിവസ്ത്രത്തിൽ അല്പം വിസർജിച്ചു പോയി. ഇതിനെ കാർന്നോർ എങ്ങനെ കൈകാര്യം ചെയ്തെന്നുള്ളതാണ് ശിവദാസൻ നായർ പറഞ്ഞത്. അടിവസ്ത്രത്തിൽ അറിയാതെ അല്പം വിസർജിച്ചു പോയി. ഇത് ആരും അറിയാതെ കൈകാര്യം ചെയ്യല്ല കാർന്നോര് കാട്ടിയത്. കാർന്നോർ അവിടെ അങ്ങോട്ട് കസാരാമില് ചാര് കസാരാമിലാണ്ട് ഇരുന്നിട്ട് കാലിലെ പുലർക്കണമാരുണ്ട് വരുന്നട അവിടെ എല്ലായിരുന്നു. അന്ത്രപ്പടമാര് മുഴുവൻ വായിൽ നോടും പൊത്തി അവിടെ വന്നു നിന്നു. ഇപ്പൊ പറഞ്ഞോളാം, സത്യം മാത്രമേ പറയാവൂ. എനിക്കറിയണം, സത്യം പറഞ്ഞ പറ്റും. സത്യമല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവരെല്ലാരും പേടിച്ചു. എന്താ അറിയേണ്ടി, വല്ല മോഷണം പോയോ എന്താ ചോദിക്കണമെന്ന് വെച്ചല്ലോ. എന്റെ കോണത്തിൽ ഈ പണി പറ്റിച്ചത് ആരാന്ന് ഇപ്പൊ പറഞ്ഞോളണമെന്നാണ്. എന്റെ കോണകത്തിൽ ഈ പണി പറ്റിച്ചത് ആരാന്ന് ഇപ്പൊ പറഞ്ഞോളണം. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അതന്നെ ചോദിക്കുന്നത്. എന്റെ കോണകത്തിൽ ഈ പണി പറ്റിച്ചത് ആരാ, ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കാം. പാർട്ടി ഓഫീസിൽ ഈ പണി പറ്റിച്ചത് ആരാന്ന് നമുക്കറിയില്ല. സ്വന്തം പാർട്ടി ഓഫീസിൽ വാതിൽ നടക്കാതെ പാടിക്കാരന്മാരെ തൊടാതെ ഈ പണി ചെയ്തത് ആരാ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പോട്ടെ, ശ്രീനാരായണ ഗുരുദേവനെ പോട്ടെ, തങ്ങളുടെ എല്ലാം എന്ന് പറയുന്ന സഖാവ് കൃഷ്ണപിള്ളയുടെ പ്രതിമ തല്ലിപ്പൊളിച്ചത് ആരാ ആലപ്പുഴയില്? തല്ലിപ്പൊളിച്ചത് മറ്റാരുമല്ല, CPM-കാര് തന്നെ. അവസാനം പിടിച്ചു. എന്തൊക്കെ കോലാഹലം നടത്തി. അപ്പൊ ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുതരം മരണവെപ്രാളം. പക്ഷെ ഈ മരണവെപ്രാളത്തിൽ പലരെയും കൊല്ലാൻ നോക്കും. ഈ തങ്ങളുടെ നാശം തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമല്ല എന്നും അവൻ അതിനെ ഹൈന്ദവ സമൂഹത്തിൽ നിന്നാണ് വെള്ളവും വളവും വലിച്ചെടുത്തിരുന്നത് എന്നുകൊണ്ട് തന്നെ ആ സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള പ്രതിജ്ഞയും ഇവരെടുത്തിട്ടുണ്ട്. അതിനെല്ലാവരുടെയും കൂട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമൊന്നുമല്ല, ആ കോണിയിൽ ഹിന്ദുക്കൾ സംഘടിക്കാതിരിക്കാൻ, രാഷ്ട്രീയമായി സംഘടിച്ചാൽ അവരൊരു ശക്തിയാകും. അതാകാതിരിക്കാൻ കൂട്ടുണ്ട്, എല്ലാവരുടെയും കൂട്ടുണ്ട്. നിയമസഭയില് ദേവസ്വം ബോർഡിനെ പറ്റി നടന്ന ചർച്ച നിങ്ങളൊക്കെ കേട്ടില്ലേ? കേരള നിയമസഭയിൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പണ്ടൊരു മലബാറി പറഞ്ഞത്ര കേസ് തോറ്റാലെന്താ പേര് മദ്രാസിലെത്തിയില്ലായിരുന്നു. അപ്പീല് പോയപ്പോഴേ ഇതുപോലെ ഞാൻ സന്തോഷത്തിലിരിക്കണത്. കാരണം ദേവസ്വം ബോർഡിന്റെ ചർച്ച ശബരിമല ഭക്തർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാമെന്നുള്ളതല്ല, ഹൈന്ദവ സംസ്കാരത്തിന് എന്ത് ചെയ്തു കൊടുക്കാം ഈ വരുമാനം കൊണ്ട് എന്നതിനെ പറ്റിയല്ല, 4 കൊല്ലം ശമ്പളം കിട്ടാത്ത മഞ്ചേരി കരിക്കാട് ദേവസ്വക്കാർക്ക് 4 പൈസ ശമ്പളം കൊടുക്കണ്ടേന്നല്ല. ഇതൊന്നും അല്ല ചർച്ച ചെയ്തത്. കേരളത്തിലെ അമ്പലങ്ങൾ അടിയന്തരമായി പരിഷ്കരിക്കണം. ആവശ്യം ചെങ്ങന്നൂർ MLA PC വിഷ്ണുനാഥിന്റെ. കേരളത്തിലെ അമ്പലങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ചോർച്ചയുണ്ടോ? അത് വിഗ്രഹങ്ങൾ മോഷണം പോണോ? അല്ല, അതൊന്നും അല്ല PC വിഷ്ണുനാഥിനെ വിഷമിപ്പിച്ചത്. പിന്നെയോ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറയുന്നു, സാംബശിവന്റെ വിശ്വസാഹിത്യ കഥാപ്രസംഗങ്ങൾ മാത്രം മുഴങ്ങിയിരുന്ന കേരളത്തിലെ അമ്പലപ്പറമ്പുകളിൽ, സാംബശിവന്റെ വിശ്വസാഹിത്യ കഥാപ്രസംഗങ്ങൾ മാത്രം മുഴങ്ങിയിരുന്ന കേരളത്തിലെ അമ്പലപ്പറമ്പുകളിൽ ഇപ്പോ കല്ലിനെ തീപിടിപ്പിക്കുന്ന ശശികല ടീച്ചർമാരുടെ വർഗീയ പ്രഭാഷണമാണ്. ഈ ദുരവസ്ഥയിൽ നിന്ന് കേരളത്തിലെ അമ്പലങ്ങളെ ഒന്ന് മാറ്റിയെടുക്കണം. ഒരിക്കൽ കൂടി വിശ്വസാഹിത്യത്തിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് ഹിന്ദുത്വം വേണ്ട. ഇവിടുത്തെ ഏതെങ്കിലും പള്ളിയിൽ വിശ്വസാഹിത്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് ഒന്ന് PC വിഷ്ണുനാഥ് അന്വേഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പള്ളിയിൽ ഈ വിശ്വസാഹിത്യം പറ്റുമോ? ഹിന്ദു മാത്രം കേട്ടാൽ മതി വിശ്വസാഹിത്യം. അവന് രാമായണം വേണ്ട, ഭാഗവതം വേണ്ട, ഹിന്ദുത്വം വേണ്ട. അവനിപ്പോഴും വിശ്വസാഹിത്യം കേൾക്കണം. മതേതരത്വത്തിന്റെ പരീക്ഷണശാലയായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ കൂടി മാറണം. അപ്പൊ പലരും ചോദിച്ചു എന്നോട്, ടീച്ചറെ ഈ പറഞ്ഞതിന് മറുപടി കൊടുക്കണ്ടേ? PC വിഷ്ണുനാഥ് ഈ പറഞ്ഞതിന്, ടീച്ചറെ പറഞ്ഞതിന് മറുപടി കൊടുക്കണം. എന്നെ പറഞ്ഞ നല്ല കാര്യമല്ലേ, എന്തിനാ മറുപടി? പക്ഷെ മറുപടി കൊടുക്കണം. PC വിഷ്ണുനാഥ് പറഞ്ഞതിന് മറുപടി കൊടുക്കണം. അതെന്റെ എന്റെ എന്നല്ല, ഹൈന്ദവ സമൂഹത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാനല്ല മറുപടി കൊടുക്കുന്നത്, നിങ്ങളും അല്ല മറുപടി കൊടുക്കുന്നത്. അത് മറുപടി കൊടുക്കണം നമുക്ക് ഒരുമിച്ച്. എങ്ങനെ? ഇതെവിടെയാണ് പറഞ്ഞത്? കേരള നിയമസഭയ്ക്കകത്താണ്. അതിന്റെ മറുപടി ഇവിടെ വേദിയിൽ പറഞ്ഞൊരു കാര്യമില്ല. അതിന്റെ മറുപടി പത്രത്തിൽ പറഞ്ഞൊരു കാര്യമില്ല. അതിന്റെ മറുപടി നിയമസഭയ്ക്കകത്ത് പറയണം. ലക്ഷ്യം മനസ്സിലായല്ലോ? നിയമസഭയ്ക്കകത്ത് വരണം. 2016 അസംബ്ലി പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ PC വിഷ്ണുനാഥന്മാർക്കും അവരെ പിന്താങ്ങിയ ഇടതുപക്ഷക്കാർക്കും മുഴുവനുള്ള ഉത്തരം നിയമസഭയുടെ ഫ്ലോറിനകത്ത് കൊടുക്കാൻ കഴിയുന്ന ഹിന്ദുവിന്റെ പ്രതിനിധികൾ നിയമസഭയ്ക്കകത്ത് ഉണ്ടാകും. അവിടെയാണ് നമ്മൾ മറുപടി കൊടുക്കുക. മധുരമായ പ്രതികാരത്തിലൂടെ മറുപടി അവിടെയാണ് നമ്മൾ കൊടുക്കുക. ഏകപക്ഷീയമായിട്ട് ഇനിയും ഗോളടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. മതപരമായി സംഘടിതരാണെങ്കിൽ രാഷ്ട്രീയമായി സംഘടിക്കാനും ഹിന്ദുവിനറിയാം. ഈ അപമാനങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റുവാങ്ങുന്നത് രാഷ്ട്രീയമായി സംഘടിക്കാത്തത് കൊണ്ടാണ്, മറ്റൊന്നുമല്ല. അത് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അമ്മയിൽ തുടങ്ങി ഗുരുദേവൻ വരെയുള്ള ഈ ആക്ഷേപങ്ങൾ കേട്ട് മടുത്തൊരു സമൂഹമാണിത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി സംഘടിക്കാൻ ഹിന്ദുവിന് മടിയില്ല. അധികാരം ഞങ്ങളിൽ നിന്ന് മാത്രം അകറ്റി നിർത്തിയാൽ അതിന്റെ എല്ലാ ദോഷങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നു. അന്യായമായി ഇവിടുത്തെ റവന്യൂ മുഴുവൻ, റവന്യൂ ഭൂമിയാകട്ടെ, റവന്യൂ വരുമാനമാകട്ടെ, പലരുടെയും കയ്യിലേക്ക് ഒഴുകുന്നതിന്റെ കാരണം അധികാരമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചത്ത കിടക്കാൻ ഭൂമിയില്ലാതെ ഹിന്ദു മാറുന്നത് അതിന് കാരണം ഹിന്ദുവിന് അധികാരമില്ലാത്തതാണ്. പഠിക്കാൻ വിദ്യാലയങ്ങളില്ലാത്തതിന് കാരണം ഹിന്ദുവിന് അധികാരമില്ലാത്തതാണ്. ഹിന്ദുവിന്റെ ആചാര്യന്മാർ അപമാനിക്കപ്പെടുന്നതിന് കാരണം ഹിന്ദുവിന് അധികാരമില്ലാത്തതാണ്. ഇനിയും തരണത് വാങ്ങി കൂട്ടിൽ വളർത്തുന്ന പട്ടിയെ പോലെ നമുക്ക് കഴിയാൻ പറ്റില്ല. കൂട്ടിൽ വളർത്തുന്ന
മതിയായില്ലേ നിങ്ങൾക്ക്? ഇനി ഉള്ള ജീവക്ഷവങ്ങളൊന്നും ഉണരാൻ പോകുക. നിങ്ങൾ ചോരയിൽ നീര് ഊറ്റി കരിമ്പൻ ചട്ടി പോലെ വലിച്ചെറിഞ്ഞതാണെങ്കിലും ഞങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ പോകുക. ഹിന്ദുക്കൾ ഒരു വോട്ട് ബാങ്ക് ആകണം. ഹിന്ദുക്കൾ ഒരു വോട്ട് ബാങ്ക് ആകണം. ചിന്മയാനന്ദ സ്വാമിയുടെ ശതാബ്ദിയിൽ ഞങ്ങളത് ശിരസാവഹിക്കുന്നു. ഇന്ന് മുതൽ, ഈ വർഷം മുതൽ ഞങ്ങൾ ചിട്ടയായി പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല ലക്ഷ്യം. 1921 ഹിന്ദു ഏറെ വേദനിച്ച വർഷമാണ്. മാപ്പിള ലഹളയുടെ വർഷം. ഹിന്ദുവിന്റെ രക്തം കൊണ്ട് ഏറനാടും വള്ളുവനാടും ചുകർന്ന വർഷം. ഹിന്ദുവിന്റെ മാനത്തിന് വില പറഞ്ഞ വർഷം. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ തകർന്നടിഞ്ഞ വർഷം. ഹിന്ദുവിന്റെ സ്വപ്നങ്ങൾ ചാരമായ വർഷം. മറ്റെന്ത് മറന്നാലും നമ്മൾ മറക്കില്ല. ഹിന്ദു ഒന്നും അല്ലാതാകുന്നതിന്റെ തുടക്കം കുറിച്ചത് അവിടെ നിന്നാണ്. സ്വാതന്ത്ര്യം ഹിന്ദുവിന് ഭയമായിരുന്നു എന്ന്. കാരണം ആ സ്വാതന്ത്ര്യ പുലരികളെ പേടിച്ചു നിൽക്കുകയാണ്. രാമസിംഹനെയും കുടുംബത്തെയും വെട്ടിയെരിഞ്ഞിട്ടുകൊണ്ടാണ് ആഗസ്റ്റ് മാസം പറഞ്ഞത്. 1947 ആഗസ്റ്റ് പറഞ്ഞത്. മലബാറിലെ ഹിന്ദുവിന് സ്വാതന്ത്ര്യം വരെ പേടിയായിരുന്നു. എങ്ങനെ ജീവിക്കും? ഇവരുടെ കൈകളിലേക്ക് അധികാരം പോകില്ലേ? സത്യമായില്ലേ അത്? അന്നത്തെ ഓരോ വീട്ടമ്മമാരുടെയും പേടി അതായിരുന്നു. ബ്രിട്ടീഷുകാർ പോണ്ടാന്ന് വരെ പ്രാർത്ഥിച്ച പാവം വീട്ടമ്മമാരുണ്ട്. കാരണം പോയാൽ അവര് ഭയന്നു, ഇവിടുത്തെ മതമൗലികവാദികളുടെ കൈകളിലേക്ക് കേരളം പോകും. നിരക്ഷരരായ അവരുടെ കണ്ടെത്തൽ ശരിയായില്ലേ? മതമൗലികവാദികളല്ലേ കേരളം ഭരിക്കുന്നത്. 1921 മാപ്പിള ലഹളയിൽ ഹാലിളകിയവർ വാളുമായി പാഞ്ഞെങ്കിൽ, ഇത് ജനാധിപത്യത്തിന്റെ മര്യാദയുടെ പുറത്ത് അധികാരം കൈയാടുമ്പോൾ ഞാൻ വിളക്ക് കത്തിക്കില്ല, ഞങ്ങൾ വിളക്ക് കത്തിക്കില്ല, കൂട്ടിയത് പറ്റിക്കോളെ എന്ന് പറയുന്ന മന്ത്രിമാരിവിടെ ഉണ്ടാകുന്നു. ഞങ്ങളത് ചെയ്യില്ല, നിങ്ങൾക്ക് കൂട്ടിയത് പറ്റും. ഇതാണ് പറയണത്. അപ്പൊ 21ന്റെ ചരിത്രം ഇവിടെ ഉണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് 2021 അതിന്റെ ശതാബ്ദിയാണ് നമുക്ക് ആഘോഷിക്കേണ്ടത്. 1921 മാപ്പിള ലഹളയുടെ ശതാബ്ദിയാണ് 2021. നമുക്ക് ആഘോഷിക്കണം. നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ വേറെ ആരും ആഘോഷിക്കുക. എങ്ങനെയാ ആഘോഷിക്കണത് എന്നറിയാമോ? 2021 കേരളം ഹിന്ദുക്കൾ ഭരിക്കും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 2021 ചെവിയിൽ നുള്ളിക്കൊള്ളൂ. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ചെവിയിൽ നുള്ളിക്കൊള്ളൂ. 2021 കേരളത്തിൽ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ പ്രതിനിധികളായിരിക്കും എന്നുള്ളത്. ഒളിച്ചു വെച്ചുകൊണ്ടല്ല, ലക്ഷ്യം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്ക് നടന്നെടുക്കുകയാണ്. അതിലേക്ക് ഓരോ ചുവടും മുന്നോട്ട് പോകാൻ നമുക്ക് ഒന്നിച്ചു നീങ്ങാൻ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.